അത് വേറെ ഒന്നുമല്ലടാ. ഇബു ഇബു എടാ ഇബു ഇവൻ രക്ഷണ ഇൻസ്പെക്ടർ നാഗരാജൻ ടു ദിണ്ടുകൽ പോലീസ് സ്റ്റേഷൻ. CD ഫയൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൊടുത്തു വിട്ടായിരുന്നു. പെട്ടെന്ന് കൊടുത്തേക്കണേ. ഓവർ. ഒന്ന് കുനിഞ്ഞു നോക്കടോ. സാർ, സാറ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ശരി, ആയിക്കോട്ടെ. എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? സൂയിസൈഡ് പോയിന്റ് ഇതിലും മോശം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കേസിനെ പറ്റിയല്ല സാർ, പിന്നെന്താ? നമ്മുടെ ഓഫീസറെ കുറിച്ച് ആലോചിച്ചാലോ ചെറിയൊരു പേടി. ഒരു സൈക്കോ പോലെ ബിഹേവ് ചെയ്യുന്നത്. ഏത് സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ മാസം ഒരു അക്യൂസ്ഡ് മറുപടി പറഞ്ഞില്ലെന്നും പറഞ്ഞ് അവൻ്റെ നെറ്റിക്ക് നേരെയാണ് വെടിവെച്ചത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. അദ്ദേഹം മിനിസ്റ്ററുടെ മരുമകനല്ലേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വിലസുന്നത്. അതെ, നിങ്ങളുടെ ആള് വന്നല്ലോ. ശരി സാർ, നമ്മുടെ ജോലി നോക്കാം. സാർ ഗുഡ് മോർണിംഗ് സാർ. മെയിലാണ്. ഒരു 35 വയസ്സിന് മുകളിലുണ്ട്. ബ്ലഡ് സാമ്പിൾ എടുത്തോണ്ടിരിക്കുക. ഐഡന്റിഫിക്കേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. സസ്പെക്ട് ആരാ? സാർ, സസ്പെക്റ്റ് ആയിട്ട് അങ്ങനെ ആരുമില്ല. മയക്കുമരുന്ന് കടത്തുന്നവരാ ബോഡി കണ്ടത്. ഇങ്ങ് വന്നേ. ഇവരാ സാർ. പോടാ, ഇവിടെ മാറി നിൽക്കും. ക്രൈം സീൻ സാർ, ചിലപ്പോൾ ആക്സിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മർഡർ ആവാനും സാധ്യതയുണ്ട്. ആനിമൽ ട്രാപ്സ് ആൻഡ് ട്രേസസ് ഉണ്ടോ? അങ്ങനെയൊന്നും കണ്ടില്ല സാർ. സാർ, പിന്നെ സ്നിഫർ ഡോഗ്സിനെ കൊണ്ടുവന്ന് അന്വേഷിക്കുന്നുണ്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ജോലി ആരംഭിച്ചു കഴിഞ്ഞു. അതുകൂടാതെ ഡ്രോൺ വെച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്തിനാ ഇത്രയും ബിൽഡപ്പ്? സാർ, തല കാണുന്നില്ല. സർ, ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അത് ഞാൻ നോക്കിക്കോളാം. അവിടെയുള്ള ബ്ലഡ് സാമ്പിള്
നെയില്, അതുപോലെ സ്കിന്ന്, അതെല്ലാം കളക്ട് ചെയ്ത് സയൻസ് ലാബിലേക്ക് അയക്കി. അതിനുശേഷം ഞാൻ സാറിനോട് റിപ്പോർട്ട് ചെയ്തോളാം. റോസി കം. സാറിപ്പോൾ എന്തെങ്കിലും ചെയ്യുമെന്നാ തോന്നുന്നത്. അറസ്റ്റ് വാറന്റ് ഉണ്ടോ? പ്ലീസ് കോപ്പറേറ്റ് മാഡം. എന്തിനാ എന്നെ അറസ്റ്റ് അതൊക്കെ ചെയ്യുന്നത്? ഉണ്ട്. എല്ലാ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് എങ്ങോട്ടാ പറയാം. എന്നെ കൊണ്ടുപോകുന്നെ? നിങ്ങൾ നടക്ക്. എന്തിനാന്ന്? നന്നായി വായിക്കുന്നുണ്ടോ? എന്നെ കൂടെ നിന്റെ ട്രൂപ്പിൽ ചേർക്ക്. അങ്ങനെ നമ്മൾ നാട് നീളെ കച്ചേരി നടത്തി ആരും അറിയാതെ കൊല നടത്തിയിട്ട് വരാം. പറ. സർ, നിങ്ങൾ എന്താ ചോദിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനൊരു കൊലപാതകവും ചെയ്തിട്ടില്ല. എനിക്കൊന്നും അറിയില്ല. ലോകത്തിൽ ഒരു പോലീസുകാരന് ഇഷ്ടമല്ലാത്ത വാചകം ഏതെന്നറിയോ? എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നതാ. ടെൽ ദ ട്രൂത്ത്. സ്വീറ്റി, ടെൽ ദ ട്രൂത്ത്. എത്ര തവണ പറയണം? പ്ലീസ് ഡോണ്ട് കൺസ്ട്രെയിൻ മീ. നിനക്കൊന്നും അറിയില്ല. കാരണം ഞങ്ങളൊന്നും അറിയാൻ പാടില്ല. ഒരു കാര്യം ചെയ്യും, നീ എനിക്കൊരു കോലുമിട്ടായി വാങ്ങിത്താ. ഞാനിതാ ഇങ്ങനെ ചപ്പിക്കൊണ്ട് നീ പറയുന്നത് വിശ്വസിച്ചിട്ട് പോവാം. പറ, എന്നോടാണോ നിന്റെ അഹങ്കാരം? എന്നെ പറ്റി നിനക്കറിയില്ല. കൊലപാതകം ചെയ്ത് എന്തിനാണെന്ന് പറ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് പോലും അറിയില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാൻ കൊന്നിട്ടില്ല. സർ വേണ്ട സർ. സർ വിട് സർ. സർ പ്ലീസ്. സാറേ, ഞാൻ കുറച്ചേ കുടിച്ചോളൂ. ഒരു 4 പേര്. എടോ, ഇവനെ പോലെ അകത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്ക്. സാർ ചോദിക്കും കുടിച്ചോന്ന്. കുടിച്ചു നമുക്ക് സമ്മതിച്ചേരെ. അപ്പോഴേ നിനക്ക് വണ്ടി കിട്ടൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞേരെ. മാറി നിൽക്കും ഇങ്ങോട്ട്. സർ, കേസ് നമ്പർ BC 687523 A1 അഖേര. സ്വാമി ശരണം. എന്താടോ ഇത്? നിങ്ങളുടെ തലയിൽ ഒന്നുമില്ലാത്തതുപോലെ ഈ പേപ്പറിലൊന്നും കാണുന്നില്ലല്ലോ. സർ, അക്യൂസ്ഡ് ഇസ് നോട്ട് കോപ്പറേറ്റിംഗ് സർ. നോട്ട് കോപ്പറേറ്റിംഗ്? അക്യൂസ്ഡ് എന്താ തന്റെ മെമ്പർന്നവരാ കോപ്പറേറ്റ് ചെയ്യാനായിട്ട്? നിങ്ങൾ സംയമനത്തോടെ ചോദിച്ചറിയണം. എന്താണോ തുറച്ചു നോക്കുന്നത്? ഓഹോ, തന്റെ മുഖത്തിന്റെ കുഴപ്പമാണല്ലേ. ശരി, ഈ കേസിന് എന്തെങ്കിലും പ്രോപ്പർ എവിഡൻസ് ഉണ്ടോ? സ്നിഫർ ഡോഗാണ് അക്യൂസ്ഡിനെ സ്പോട്ട് ചെയ്തത്. ആ പെണ്ണിന്റെ വീട്ടിന്റെ മുമ്പിൽ നായി പോയി നിന്നു, അതല്ലേ? അതിനുശേഷം ക്രൈം സീനിലെ മർഡറുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ ഇവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സാർ. സ്വാമി ശരണം. ഫോറൻസിക് റിപ്പോർട്ടിൽ എന്താ പറയുന്നത്?
കൊല ചെയ്യപ്പെട്ടവരുടെ ഹൈറ്റിനും വെയിറ്റിനും ഈ കുട്ടിയുടെ ഹൈറ്റിനും വെയിറ്റിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നല്ലേ പറയുന്നത്. മോട്ടീവ്, വാട്ട് ഈസ് ദ മോട്ടീവ്? സർ അതിനുവേണ്ടിയാണ് സർ 1 വീക്ക് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുന്നത്. 1 വീക്ക് എന്നാൽ ഇയാൾ മൊത്തം അങ്ങ് കണ്ടുപിടിക്കും അല്ലേ? മിസ് അക്കിര, ദ പോലീസ് സ്റ്റേറ്റ് ദാറ്റ് യു ഹാവ് കമ്മിറ്റഡ് ദ ക്രൈം. വാട്ട് ഈസ് യുവർ വേർഷൻ? ഐ എം നോട്ട് അറ്റ് ഓൾ റിലേറ്റഡ് ടു ദിസ് മർഡർ. എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർ. ഈ കേസിൽ A1 മാത്രമേ ഉള്ളൂ? യെസ് സർ. പോലീസ് കസ്റ്റഡി അക്സെപ്റ്റഡ്. താങ്ക് യു സർ. ഒരു നിമിഷം. പോളിഗ്രാഫിക്കിനും സൈക്കോളജിക്കൽ എക്സാമിനേഷനും മാത്രം പെർമിഷൻ തരാം, പ്രൊവൈഡഡ് എ ലേഡി ഓഫീസർ ഈസ് ഇൻവോൾവ് ഇൻ ദിസ് പ്രൊസീഡിങ്സ് ബിക്കോസ് ഇറ്റ് ഈസ് എ കൾപ്പബിൾ ഹോമിസൈഡ്. മനസ്സിലായോ? പിന്നെ A1 കുറച്ച് ബഹുമാനത്തോടെ ട്രീറ്റ് ചെയ്യണം. കേസ് പോസ്റ്റഡ് ഫോർ ദ 28th. നെക്സ്റ്റ് കേസ്. നീയല്ലേടി എന്റെ മോനെ കൊന്നത്? സത്യം പറഞ്ഞോ? ഞാൻ ആരെയും കൊന്നിട്ടില്ല. നീ കൊന്നില്ലടി? നീ എന്റെ മോനെ കൊന്നില്ലെന്നോ? പറയടി, പറയാൻ. നീ തന്നെയാ കൊന്നത്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. നീ സത്യം പറയില്ലെങ്കിൽ നിന്നെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയാടി. പറയടി. മര്യാദയ്ക്ക് പറ. പറയാനാ പറഞ്ഞത്. പറയടി. നീ പറയില്ലല്ലേ? അപ്പൊ നീ ഇതുവരെ ആരെയും കൊന്നിട്ടില്ല? പറയടി. നിന്നോട് സത്യം പറയടി. നീ കൊന്നിട്ടില്ലല്ലേടി? നീ കൊന്നിട്ടില്ല അല്ലേ? മര്യാദക്ക് സത്യം പറഞ്ഞു അല്ലേ? പറയടി, മര്യാദക്ക് പറയാൻ. പറയില്ല. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. വേഗം സത്യം പറയടി. എനിക്കറിയില്ല. അറിയില്ലേ നിനക്ക്? നിന്നെ കൊല്ലാതെ വിടില്ലടി. സത്യം നീ പറയില്ല അല്ലേ? നിന്നെ ഇതുകൊണ്ട് 2 കഷ്ണമാക്കൂടി. മര്യാദക്ക് പറയാനാ പറഞ്ഞത്. സ്റ്റോപ്പ്. ഇവാലുവേഷൻ കംപ്ലീറ്റഡ്. സർ, ഈ പെണ്ണ കൊലപാതകം ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. എവിഡൻസ് ഉണ്ട് സാർ. കൊല ചെയ്ത് ഇവിടെ തന്നെയാണ്. ഇൻട്രൻസിക് മോട്ടിവേഷന്റെ യാതൊരു ലക്ഷണവും അവളിൽ കാണുന്നില്ല. ഇവളാണ് കൊലപാതകിയെങ്കിൽ ആ 2 പേരിൽ ഏതെങ്കിലും ഒരാളോട് അവൾ പ്രതികരിക്കേണ്ടതായിരുന്നു. ഇവളൊരു ഇന്നസെന്റ് ആണ് സർ. ഓഫൻഡും ചെയ്തില്ല, ഡിഫൻഡും ചെയ്തില്ല. ഇനി തുടർന്ന് ഈ ടെസ്റ്റ് ഇവളിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ കോസ് ഓൺലി സീജ് മെന്റാലിറ്റി. ഡോക്ടർ, ഇവള് തന്നെ കൊല ചെയ്തിട്ട് നമ്മളെല്ലാം കബളിപ്പിക്കുകയാണ്. സാധ്യതയില്ല സർ. എപ്പോഴും എൻ്റെ റിപ്പോർട്ട് വളരെ ഹോണസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഫേവറായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ. ഏയ്, ഇറക്കിക്കൊണ്ടുവാ. സത്യം പറഞ്ഞു. ഇല്ലെങ്കിൽ കൊന്ന് കൊക്കെത്തള്ളും. എന്തിനാ കൊന്നത്? ആ ജഡ്ജിയെ കബളിപ്പിക്കാം, സൈക്കാട്രിസ്റ്റിനെയും കബളിപ്പിക്കാം.
എന്നെ നിനക്ക് കബളിപ്പിക്കാൻ പറ്റില്ല. പറയടി, എന്തിനാ കൊന്നത്? എൻ്റെ പേര് അഖിറ. എനിക്ക് 4 ഫ്രണ്ട്സാ. ഞങ്ങളൊക്കെ സൗണ്ട് ഡിസൈനേഴ്സാണ്. മ്യൂസിക് ഞങ്ങളുടെ ഹോബിയാ. പിന്നെ എൻ്റെ അച്ഛൻ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് സൗണ്ട് ഡിസൈനറാണ്. ബേസിക്കലി Hey, hi. Hi, Dad. Hi, Daddy. Hey, Dad. Hi. Hey, hi, darling. How was your workshop? നല്ല റെസ്പോൺസ് ആയിരുന്നു. Wow, that's awesome. I know my girl is always the best. ബ്രോ അച്ഛനും മോളും എത്ര ക്ലോസ് ആണല്ലേ? യെസ്, എനിക്കുണ്ടല്ലോ ഒരു ഡാഡി. Wow. Okay, Dad. എന്റെ ഡാഡി ഹീറോ അതിനേക്കാളൊക്കെ എത്ര മോശമാണ് ഇത്. Thank you. പോയടാ. വെള്ളം കൂട്ടി അടി. എന്താ എപ്പോ നോക്കിയാലും എല്ലാരും ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നേ? യു ഗൈസ് ആർ വേഴ്സ്റ്റ്. ഏയ് അടിച്ചു. അവള് ഫിറ്റായിട്ട് ഓരോന്ന് വിളിച്ചു പറയാ. ഡ്രിങ്ക് ഇഷ്ടം പോലെയുണ്ട്. ബി കാം, ഓക്കെ? അതൊക്കെ ഞങ്ങൾ തീർത്തോളാം. യോർ ഡ്രിങ്ക്. Thank you so much, darling. Cheers. Cheers. Hey, guys. നാളത്തെ പ്ലാൻ പക്ക. യെസ്. കാരണം ഞാനുണ്ടാവില്ല. What? Unfortunately, I have to be in the Western Ghats. No way, Dad. Important project. The mystery of the forest and its creatures. Oh, yeah. It's a Hollywood documentary, right? Yeah, I'm being a part of it. ഡെഡ്ലൈൻ കിട്ടിയത് വളരെ കുറവാ. ബ്രോ എന്തിനെ പറ്റി അവർ സംസാരിക്കുന്നത്? വേറെ വഴിയില്ല. ചുമ്മാ Sorry, മൂളിക്കൊണ്ടിരുന്നാ മതി. Cheers. ഞങ്ങൾ കബനി ഫോറസ്റ്റ് റെക്കോർഡിംഗിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. Wow, that's awesome. അപ്പൊ ഞാനിവിടുത്തെ ജോലിയെല്ലാം തീർത്തിട്ട് I'll join you guys in company. Sure. ഡാഡ് ഡോണ്ട് കം. നിങ്ങൾ അവിടെ വന്നാൽ ഞങ്ങളുടെ പ്രൈവസി ഒക്കെ പോവില്ലേ? പ്ലീസ്. Sorry, Dad. As usual, കുറച്ച് ഓവറായി പോയി. Am I drunk? No, you are നിനക്ക് not drunk. ഞാൻ പിന്നെ തരുന്നുണ്ട്. കുഴപ്പമില്ല. അവിടെ ഇരി. ഓക്കെ ഡിയർ, cheers. ഞാനിത് കഴിച്ചിട്ട് പോവാ. ഒരുപാട് ടയർഡാ. രാവിലെ നേരത്തെ എഴുന്നേക്കണം. Good night. നിന്റെ ഗുഡ് നൈറ്റിലേക്ക് ഈ പുള്ളി ഉറങ്ങത്തില്ലേ? Bye, guys. Dad. Okay, Bye, Dad. you guys have fun. Be careful. മിണ്ടാതിരിക്കും. എന്താടാ? അന്ന് ഡാഡി റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഹൈവേയിൽ വെച്ച് ആക്സിഡൻ്റ് ആയി. അത് കാരണം ആ പ്രോജക്റ്റിന് ഡാഡിക്ക് പോകാൻ കഴിഞ്ഞില്ല. അസിസ്റ്റൻസിനെ പ്രോജക്റ്റിന് അയക്കുന്നതിൽ ഡാഡിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത് കാരണം ഞാനും എൻ്റെ ഫ്രണ്ട്സും മിസ്റ്ററി ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഇറ്റ്സ് ക്രീച്ചേഴ്സ് പ്രോജക്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. I'm your baby, baby. I'm your baby, baby. Wagga wagga bunny. Wagga wagga bunny. I'm your baby, baby. Wagga wagga bunny. Guys, get down. ഈ 12 വയർഡ് ബേർഡിന്റെ സൗണ്ട് നമ്മൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന മൾട്ടിനാഷണൽ പ്രോജക്ട്സ് എല്ലാം നമുക്കാ. അയ്യോ, അപ്പൊ നിന്റെ ഡാഡി എന്ത് ചെയ്യും? എടേ, എല്ലാം സെയിം അല്ലേടാ. അക്കി, ഈ മൾട്ടിനാഷണൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാ അവതാരത്തിൽ നമ്മളായിരിക്കും ചെയ്യാം. അതെ അതെ, വീരസ്വാമി 2, 3 ഒക്കെ നമ്മൾ തന്നെയാ ചെയ്യുന്നത്. മിണ്ടാതെ കേറി വാടാ ബ്ലഡി കോക്രോച്ച്. വല്ല കാര്യമുണ്ടോടാ? വാ എടാ, ഷോക്ക് അടിച്ച് നിൽക്കാതെ അകത്തേക്ക് വാടാ. ഓക്കെ. ബ്രോ സ്വിച്ച് ഇട്ടിട്ട് ലൈറ്റ് ഓൺ ആവുന്നില്ല. അത് കത്തും ബ്രോ. ലേറ്റ് പിക്കപ്പ്. ഒന്ന് ചോദിച്ചോട്ടെ, ഇത് ശരിക്കും നിന്റെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ വീട് തന്നെയാണോ? എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ വീട് തന്നെയാ. ഓ. അഖിര, ഈ ഭക്ഷണവും മറ്റുള്ള കാര്യമൊക്കെ എങ്ങനെയാ? ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാളെ No problem. ഹെൽപ്പേഴ്സ് വരും. ഓക്കെ. ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഗേൾസ് ആയിരിക്കും അല്ലേ? ഗേൾസ് തന്നെയാ, പക്ഷെ ഏജ് 60. ഓൾഡ് ഈസ് ഗോൾഡ് അക്കീറ. എന്ത് കഷ്ടാടാ. അതിന് വട്ടാ, നീ അത് വിട്ടേക്ക്. ഓക്കെ, വാ നമുക്ക് അകത്തേക്ക് പോവാം. സീരിയസ്ലി ബ്രോ, എന്റെ റൂം അവിടെ. നടക്കടാ. സൂക്ഷിച്ച്.
ഗായ്സ് Yes. എല്ലാ എക്യുപ്മെന്റ്സും എടുത്തല്ലോ ഓ എടുത്തു. ഓക്കെ നമ്മളുടെ ടാർഗറ്റ് ആ 12 വയർഡ് ബേർഡിന്റെ സൗണ്ട് ആണ്. ഇപ്പൊ വരാൻ പോകുന്നവരടുത്ത് നമ്മുടെ ആവശ്യം എന്താണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ? കളിച്ചു നടക്കരുത്. ഓക്കെ എല്ലാം Yes, yes. ഓക്കെ ഇതെന്താ വഴി അത്രേ ഉള്ളൂ? ഇവിടെ നടന്നു പോകണം. ഓക്കെ നോ പ്രോബ്ലം. ഓക്കെ തിങ്സ് എല്ലാം എടുത്തോ. നീ വേഗം നടന്നു. ബ്യൂട്ടിഫുൾ. പിടിച്ചേ. ഇതോ ജസ്റ്റ് ലവിംഗ് ദിസ് പ്ലേസ്. കാണുന്നില്ലല്ലോ അവരെ. ലേറ്റ് ആവുന്നു. എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. അയ്യോ ഞാനല്ല. ദേ ഇവരെന്നെ കൂട്ടിക്കൊണ്ടുവന്നേ. ഏയ് വരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? ഇപ്പോഴാണ് വരുന്നേ. ഞാൻ സംസാരിക്കാം. ഇംട ന്യൂസ് ടെൽമി ഊക്കച്ചാക്കാ ചൂക്കാക്കാക്കാ. ഏത് കാക്കയാണ് ഓടിക്കുന്നത്? ഉണ്ടായിരിക്കും. ഇൻട്ര പറയുന്ന കേക്ക്. എന്താ മിണ്ടാ പോകുന്നേ? നിംട ഉസ ടെൽമി നീ കാക്കാക്കാ നീ കാക്കാക്കൂ. എന്തൊക്കെയാ ഇദ്ദേഹം പറയുന്നേ? ഏയ് നിങ്ങളെങ്ങനെ മലയാളം സംസാരിക്കുന്നേ? എല്ലാം സംസാരിക്കും. ആരായിരിക്കും ഇവരെ മലയാളം പഠിപ്പിച്ചേ? ബെയർഗിൾസ് പഠിപ്പിച്ചു. ആ ശരി. കാട്ടിലുള്ളവർ മലയാളം പറയത്തില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ബാഹുബലിയിൽ രാജമൗലി പറഞ്ഞല്ലേ? ബ്രോ അയാൾ ഈച്ചയെ കൊണ്ട് പ്രതികാരം ഇട്ടെന്ന് തെളിയിച്ച ആളാ. ഈ കാട്ടിലുള്ള എല്ലാ ആദിവാസികളും മലയാളം സംസാരിക്കും ബ്രോ. സില്ലി ഫെലോ. അല്ല നിങ്ങളൊക്കെ എവിടെയാ താമസിക്കുന്നേ? ലിയോ വില്ല. അവിടെയാണ് താമസിക്കുന്നേ. അതിനെന്താ? ബ്രോ ഒന്ന് പറഞ്ഞിട്ട് പോടോ. എക്സ്ക്യൂസ് മീ. നിങ്ങളെന്താ പകുതിയിൽ നിർത്തിക്കളഞ്ഞേ? വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാട്ടിൽ അറിയാതെ പോലും ആരും തനിച്ചു പോകരുത്. ഞങ്ങളെ തനിച്ചൊക്കെ നീ എവിടെയും പോകാഞ്ഞാ മതി. ഓക്കേ റിലാക്സ്. അയ്യോ ഫുഡ് ബ്രോ ഫുഡ്. ലിസൺ ഗൈസ്, ഈ ബേർഡ് വളരെ സെൻസിറ്റീവാ. ചെറിയൊരു സൗണ്ട് കേട്ടാലും പറന്നു പോകും. സോ ബി അലേർട്ട്. അതൊക്കെ ഓർമ്മയുണ്ട്. യു Don't കാൻ worry. മിസ് ദിസ്. ഇല്ലില്ല, ഓക്കേ ആരും ഒച്ച ഉണ്ടാക്കല്ലേ. കം ഓൺ ലെറ്റ്സ് കീപ് ഗോയിങ്. ഓക്കെ ഒത്തിരി റെസ്റ്റ് എടുത്താലും പ്രശ്നം. പാമ്പിനെ കണ്ടപ്പോൾ വെച്ചുണ്ടാക്കല്ലേ. ഓക്കെ നല്ല രസമല്ലേ കാണാൻ? മിണ്ടാതിരിക്കുക. ആ ശരി ശരി. ഇങ്ങത്താ അതെങ്ങതാ പെട്ടെന്ന്. ബ്രോ ബ്രോ സ്പൈഡർ. എന്ത് പണിയാ ബ്രോ കാണിക്കുന്നേ? മൊത്തം കൊളാക്കിയില്ലേ? What ya? ചെറിയൊരു സ്പൈഡർ ആയിരുന്നു. അതെന്റെ മേത്തല്ലേ ഇരുന്നേ. ഇനി ആ പക്ഷി ഇങ്ങോട്ട് വരില്ല. സീരിയസ്ലി ബാഡ്. നിന്റെ മേത്താണെങ്കിൽ നീ എന്ത് ചെയ്യുന്നു? ഒന്നും സംഭവിക്കില്ല. കാണാനും നിന്നെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഏയ് എന്നെ അതിനോട് കമ്പയർ ചെയ്തോണ്ടല്ലോ ഞാൻ പറഞ്ഞേക്കാം. Guys, സോറി what's this? സോറി സോറി. സോറി.
അകിര അവിടെ എന്താ ചെയ്യുന്നേ? ഡാഡ് ഈസ് കോളിംഗ്. എന്ത് പറ്റി? Yeah, Dad. Everything is fine. Going well. ബ്രോ ഈ വണ്ടിയിൽ ഒരു വലിയ കഷ്ടം കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്ക് ഹെലികോപ്റ്ററിൽ വരാം. നെക്സ്റ്റ് ടൈമോ അതൊരു ഉണ്ടാവോ? നീ 2 ബീർ വാങ്ങിക്കൊടുത്തവനെ ലോറി കയറ്റി വിട്. വേഗം പോയി വാങ്ങിട്ടോ. എന്താ ഇത്? ഇതുകൊണ്ട് എന്ത് കാണിക്കാനാ? വെള്ളം വാങ്ങാൻ പോലും തികയില്ല. പോരെ. ഡേ അത്ര ഉള്ളോടാ, ഓവർ ആക്കല്ലേ. വിളിച്ചോണ്ട് പോയവന്. പെർഫോമൻസ് എല്ലാം വേസ്റ്റ് ആയി. വാ. ഇപ്പോഴേ ഇങ്ങനെ ആണെങ്കി കുടിച്ചു കഴിഞ്ഞ എന്തായിരിക്കും അവന്റെ അവസ്ഥ? കുടിച്ച വാള് വെക്കും അത്ര തന്നെ. ഹലോ, എക്സ്ക്യൂസ് മീ. കാണുമ്പോ നല്ല ഡീസന്റ് ആണല്ലോ, പക്ഷെ വൈൻ ഷാപ്പിന്റെ മുമ്പിലാണല്ലോ നിൽക്കുന്നത്. അത് പാടില്ലാത്തതാണ്. വലിയ വലിയ ലെജൻസ് ഒക്കെ ഓരോ പ്രശ്നങ്ങൾ തീർത്തിട്ട് റിലാക്സ് ചെയ്യാൻ വരുന്ന സ്ഥല. എന്തെങ്കിലും ശാലം തെറ്റിയിട്ടുണ്ടെങ്കിൽ പല കലാപങ്ങളും ഉണ്ടാവും. ഇതൊരു യുദ്ധഭൂമിയാണ്, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല. പോക 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 പോക. ഏയ് പോ. ടെക്കിലുണ്ടേട്ടാ? ഇല്ല. ടെക്കിലില്ല. അബ്സല്യൂട്ട് വോഡ്ക. അതെന്താ സാധനം? യോ, അതെന്താന്ന് ഇവർക്ക് അറിയില്ല. ആ ഡ്രൈ ജിൻ ഉണ്ടോ? ഡ്രൈ ജിൻ ഉണ്ടോ? അതില്ല. അതും ഇല്ലാന്ന്. ശരി, വിസ്കി ഉണ്ടോ? വിസ്കി എങ്കിലും ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അതുണ്ട്. 3 ഫുള്ള് വാങ്ങട്ടെ? ആഹാ, തികയില്ല. 5 ഫുള്ള് വാങ്ങിക്കോ. ചേട്ടാ, 5 ഇഞ്ച് ഉണ്ടോ? പോക്കറ്റ് പോലും ഇല്ല ബ്രോ. അവൻ പിടിക്കട്ടെ. പിടിക്കണം. ടച്ചിങ്സ് എന്തെങ്കിലും വേണ്ടടാ. ആ, ഇനി അതിന് പിച്ച എടുക്കേണ്ടി വരും. ഹലോ മാം, വെൽക്കം. ഹായ്. ഹൗ മച്ച് ഇസ് ദാറ്റ് ഹോൺ കോസ്റ്റ്? ജസ്റ്റ് എ മിനിറ്റ് മാം, ലെറ്റ് Sure. മീ ചെക്ക്. എക്സ്ക്യൂസ് മീ മാം. ഈ ഡ്രസ്സിന് എന്താ വില? സോറി മാം, ഇറ്റ്സ് നോട്ട് ഫോർ സെയിൽ. അതെന്താ? ഇറ്റ്സ് ഓൾറെഡി ബുക്ക് മാം, വെയിറ്റിംഗ് ഫോർ ഷിപ്മെന്റ്. വേറെ ഉണ്ടോ? സോറി മാം, ഇറ്റ്സ് എൻ ആൻറ്റിക് ഷോപ്പ്. ഇവിടെ കാണുന്നതെല്ലാം ഒറ്റ പീസേ ഉണ്ടാവുള്ളൂ. കസ്റ്റമറിനെ കൺവിൻസ് ചെയ്ത് എനിക്ക് തരാൻ പറ്റുമോ? ഇല്ല മാം, അത് ഞങ്ങളുടെ പോളിസി അല്ല. വേറെ എന്തെങ്കിലും നോക്കിക്കോളൂ. ഹലോ, യെസ് മാം. ഇതിന് എത്ര വേണേ പണം തരാൻ ഞാൻ? ബ്രോ, എത്രായിരം പാട്ടുകൾ പാടിയാലും ഈ മാസ്റ്റർ ദ ബ്ലാസ്റ്ററിന്റെ ലിറിക്ക് മാത്രം മറക്കില്ലല്ലേ? ശരിയല്ലേ? ഐ നോ. ഷോ മീ യുവർ പുസി. സ്റ്റുപ്പിഡ്. ഏയ്, എന്തിനാണ് ഒച്ചപ്പാട് നടക്കുന്നത്? ഡാ, പിന്നല്ലാതെ എന്റെ ആളയക്കുന്ന മെസ്സേജ് ഇവനെടുത്ത് വായിച്ചു നോക്കാം. നിന്റെ ആളോ? മീര എന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഹായ് 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 എന്ന് 1 കിലോമീറ്ററോളം ഹായ് അയച്ചിരിക്കുന്നത്. ആ സൈഡിൽ നിന്ന് ഒരു റിപ്ലൈയും ഇല്ല. അളിയാ, മീരയോ? ആ പീസിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ച്.
എടാ ഇവക്ക് ആൺകുട്ടികളെ ഇഷ്ടമേ അല്ല. എന്താ അത്രയും നല്ല പെണ്ണാണോ? മെയിൽസിനെ ഇഷ്ടമല്ലാന്ന്. എന്തോ ലെസ്ബിയൻ ആണോ? ആ. നീ അയച്ച ഹായ്ക്ക് ഇത് ഓവർ ഷോക്കാ. കൺഗ്രാചുലേഷൻസ്, നിന്റെ ആളൊരു ലെസ്ബിയനാ. എടാ പുറത്തുനിന്നൊക്കെ ആളെ കറക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, കൂടെ ഞാൻ ഒരുത്തിയില്ലേ, എന്നെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നില്ലേ? ഓക്കെ ബ്രോ, ഇനി ഞാൻ നിന്റെ ഫോൺ എടുക്കത്തില്ല. സോറി. ഓക്കെ How mean? ബ്രോ ശരി എല്ലാം റെഡിയാ. ലിറിക്സ് ഓൾമോസ്റ്റ് ആണ്. ഓർമ്മയുണ്ടാ? ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ടു പാർട്ടി. പോട്ടെ, ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. വാനിൽ വാനിൽ നിലാവായി നീലാവിൽ അഴകുവദനാ നിൻ കണ്ണിൽ മായക്കാന്തം തേനൂറും നിന്റെ യദരം ആ പെണ്ണഴകേ ആ കൊഞ്ചം നിലവേ മേഘം പൂവിടും മഴയേ രാഗം തേരിടും അഖില, നിന്നെ കാണാൻ നല്ല രസമുണ്ട്. എനിക്കേ സത്യം പറഞ്ഞ അസൂയ തോന്നുന്നു. നിനക്കൊല്ല അസൂയ ഉണ്ടോടാ? അല്ല, ഈ ഡ്രസ് എപ്പോഴാ വാങ്ങിച്ചേ? ഒരു ആന്റിക് ഷോപ്പിൽ കണ്ടതാ ഞാൻ. അടിപൊളി ലുക്കായിരുന്നു. തരില്ല എന്ന് പറഞ്ഞു അയാളോ. കുറച്ച് എക്സ്ട്രാ കാശ് കൊടുത്ത് സോപ്പിട്ട് മേടിച്ചു ഞാൻ. അക്കിര, ഇതുപോലത്തെ കോസ്റ്റ്യൂം ഒന്നും നീ ഇഷ്ടപ്പെടുന്നതല്ലോ. അത് വിടറാ. എന്തായാലും നീ കോസ്റ്റ്യൂമിൽ സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. Wait. Make a wish. അതെ. Yeah. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അകിര. വാനിൽ വാനിൽ നിലാവായി ഐ ഹാവ് ഷുഗർ. എനിക്ക് വേണ്ട, കേക്ക് വേണ്ട. ഏയ്, ഓവറായിട്ട് തോന്നുന്നില്ലേ? ബോസ്, come. തേനൂറും നിന്റെ അധരം Who you are, where you from, what you did, as long as you love me. Who you are, where you're from, don't care what you did, as long as you love me. Don't care what you do, as long as you love me. അതെ, അതിനി എപ്പോ വരും? ഇനി എത്ര നേരാവും? അറിയില്ല മോളെ. ഇനി അത് വരാതിരിക്കും. God. ഒന്നും മിണ്ടാതിരിക്കണം. അതിന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നല്ല തണുപ്പ്. ഒരു സെറ്റ് ഇടാൻ തോന്നുന്നു. നല്ല തണുപ്പുണ്ട്. അവളാണെങ്കിൽ നല്ല ഫിറ്റുവാ. എന്തേലും പുതിയത് ട്രൈ ചെയ്താലോ? വേറൊരു സ്പെഷ്യൽ ഉണ്ട്. നമുക്ക് മാജിക് മഷ്റൂം അടിച്ചാലോ? വാവ്. അതിനുശേഷം മാറ്ററിനും പോവാം.
മെട്രോ സൂപ്പർ ബ്രോ. അപ്പോഴേ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ചൂടാവും. ആസ്വദിക്കേണ്ട സമയത്ത് ആസ്വദിക്കണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് വെറുതെ അല്ലടാ. ഇനി ഒന്നും ആലോചിക്കണ്ട, വാ പോവാം. എടീക്ക്. ആ നിക്ക്, ഞാൻ റെഡി ആവട്ടെ. ഐ ആം കമ്മിങ്. ബ്രോ, ഇപ്രാവശ്യം പണി കിട്ടരുത്, സൂക്ഷിക്കണം. ബ്രോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ മിണ്ടാതെ വന്നാ മതി. ഹായ്. ഡാ, എവിടെയാടാ പോന്നെ? ഞാൻ പറയാം. നീ പറ. ഞങ്ങള് മഷ്റൂം വാങ്ങാൻ പോവാ. അതെ. സൂപ്പർ ഡാ. സൈഡ് ഡിഷ് തീർന്നു പോയി. എനിക്കൊരു ചില്ലി മഷ്റൂം വാങ്ങിക്കോ. അക്കി, ചില്ലി mushroom? നിനക്കോ? എനിക്കൊരു പെപ്പർ മഷ്റൂം. Pepper mushroom. ബ്രോക്കലീസ് ഓൺ സൈഡ് പ്ലീസ്. ബ്രോ, ഇനി കോഴിയാണോ ചോദിക്കുന്നത്? കോമഡി നിർത്തടാ. ഞങ്ങള് മാജിക് മഷ്റൂം വാങ്ങാൻ പോവാ. അതെ. വരുമ്പോ വേണേ നിങ്ങൾക്കും തരാം. മാജിക് മഷ്റൂമോ? പ്ലീസ് ഡാ, ഞങ്ങളും വരുന്നു പ്ലീസ്. ഇല്ലില്ല, അത് കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട മാറ്റർ ഉണ്ട്. അല്ല, 3 മാറ്റർ. നിങ്ങളൊന്നും അങ്ങോട്ട് വരാൻ പാടില്ല. എന്താ വന്നാല്? അതൊക്കെ ആണുങ്ങളുടെ മാറ്ററാ. അത് ആണുങ്ങളുടെ മാറ്റർ അല്ലടാ. ശരി, അങ്ങനത്തെ എന്ത് മാറ്ററാ? ബ്രോ, ഓപ്പൺ ആയിട്ട് പറയൂ ബ്രോ. ഓക്കെ. ഞങ്ങള് പെണ്ണ് പിടിക്കാൻ പോവാ. അയ്യോ, ഇതിനാണോ ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തത്? ശരി, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയണ്ടേ? ഞാനും കൂടെ വരാം. കം. അയ്യേ, നാണമില്ലാത്തവള്. ബ്രോ, മഷ്റൂം മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ബ്രോ, ബോഡി ഹീറ്റ്. പുതച്ചു മൂടി കടന്നാ മതി ബ്രോ. മൈൻഡ് സെറ്റ് ആയടാ. എപ്പോഴത്തെ പോലെ അങ്ങ് ഡിലീറ്റ് ചെയ്യടാ. അക്കി, ജോയിൻ us, കം. വേണ്ട വേണ്ട, ഐ എം ഓൾറെഡി ഹൈ. നിങ്ങൾ പോയി എൻജോയ് ചെയ്തോ. കണ്ടോ, ഇതാണ് യഥാർത്ഥ പെണ്ണ്. ബ്രോ, ഇത് ഇത്തിരി ഓവറാണ്. ആ മച്ചനെ, ഒരു സിഗരറ്റ് തന്നെ. ഡേ, ഇവളാടാ ശരിക്കുള്ള പെൺമണി. എല്ലാം നശിപ്പിച്ചു. ബൈ ഗായ്സ്. ബൈ ബൈ. താങ്ക് യു. See you, madam. See you Bye. soon. See you. ബൈ. പിന്നെ ആ ഇൻഡോ ആഫ്രിക്കൻ പ്രൊജക്റ്റ് ഇല്ലേ, അതിലുള്ള നിന്റെ കോൺസെൻട്രേഷൻ മിസ്സായിട്ടില്ലല്ലോ. അതൊക്കെ മാം. ഓൾ റൈറ്റ്, ഇനി നെക്സ്റ്റ് ലെവലും ഉണ്ട്. എന്താ ഇത് ബ്രോ? കുറച്ചൊന്ന് കുറയ്ക്കുന്നേ. നിങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് 1000 രൂപ കുറച്ച് കൂടുതലല്ലേ? അതെ അല്ലേ. ക്വാളിറ്റി ആയിട്ടുണ്ട്. 1000 ആണെങ്കിൽ അക്കിരി അത് പോകുന്നു. അതല്ലോ. പൈസ വേഗം വാ. ഞങ്ങക്ക് വേണ്ട. കേറ്. കേറ്. അവൾ എവിടെയായി പോകുന്നേ? ആർക്കറിയാം, വാ നോക്കാം. വണ്ടി എടു, വേഗം എടുക്ക്. മിസ് ചെയ്തടാ. എങ്ങോട്ടാണ് പോയത്? അറിയില്ലടാ. ബ്രോ, റൈറ്റിലേക്ക് പോയിട്ടുണ്ടാവും. ഏയ് ഇല്ലില്ല, ആ റൈറ്റിലേക്കായിരിക്കും. എന്നാൽ ലെഫ്റ്റ് സൈഡിൽ പോയി ആ നോക്കാം. ശരി. എടാ, അക്കിര ഒന്ന് ബൈക്ക്. അതെ അതെ. വാ വാ, ഇറങ്ങി നോക്കാം. എവിടെ പോയതായിരിക്കും? ഗൈസ്, ആർ യു ഷുവർ ഈസ് ദാറ്റ് അക്കിര? അത് അക്കിര തന്നെ, ഞാൻ കണ്ടതാ.
എന്താ ബേബി, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എവിടെ? അവിടെയോ? ആ ബാസ്ക്കറ്റിലോ? വെയിറ്റ്, ലെറ്റ് മീ സീ. ഇതിലോ? ഓ ഡാർലിംഗ്, ദിസ് ഇസ് ജസ്റ്റ് എ ബാസ്ക്കറ്റ്. ആവശ്യമില്ല നീ ഒന്നും ഇമാജിൻ ചെയ്യാതെ ഇങ്ങനെ. മമ്മി ഇവിടെ തന്നെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ? അപ്പോ സത്യായിട്ടും ബൈക്കിൽ പോയില്ലേ? ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഉറങ്ങുമായിരുന്നു. ഡ്യൂഡ്, അവള് പറയുന്ന കേട്ടാ അടിച്ച് വെയിലായത് നമ്മളാണെന്ന് തോന്നുന്നു. അഖിറ, ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. നീ ഒരു കാറിനെ ബൈക്കിൽ ചേസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങളെല്ലാരും കണ്ടതാ അല്ലടി? യെസ്, ഒബ്വിയസ്ലി. ഏയ്, എന്തൊക്കെയായി പറയുന്നത്? എന്തൊരു സ്പീഡായിരുന്നു, വിളിച്ചിട്ട് ആര് കേൾക്കാനാ? വെറുതെ ഓരോന്ന് പറയല്ലേ. ശരി, ഞങ്ങൾ കള്ളം പറയാം. ഗൈസ്, ഇനി നമ്മൾ ഇവിടെ നിൽക്കണ്ട, നമുക്ക് ചെന്നൈക്ക് തിരിച്ചു പോവാം. ഓക്കെ. എന്തിനാ എല്ലാവരും വിയേർഡായിട്ട് ബിഹേവ് ചെയ്യുന്നത്? എന്താ മഷ്റൂം കൂടി പോയോ? വെറുതെ ആരെയോ കണ്ടു വന്നിട്ട് ഇതൊരു ടോപ്പിക് എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുവോ? ബ്രോ, തിങ്സ് എല്ലാം പാക്ക് ചെയ്യും. ഓക്കെ. സ്റ്റോപ്പ് ഇറ്റ് ഗൈസ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദിസ്. ഇപ്പോഴും വർക്ക് പെൻഡിങ് ആണ്. എന്നിട്ട് സ്ട്രേറ്റ് കബനി ഫോറസ്റ്റ് റെക്കോർഡിങ്ങിന് പോകണം. അൺനെസസറി ആയിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യരുത്. ഒരുപക്ഷെ നമ്മൾ കണ്ടത് അക്കിരയല്ലായിരിക്കും. ഡൗട്ടൊന്നുമില്ല, അത് അവള് തന്നെയാ. എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അവളെന്തൊക്കെയോ മറക്കുന്നുമുണ്ട്. ഇതാരും വിശ്വസിക്കില്ല. സത്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറ. സർ, ഒന്നും ചെയ്യില്ല സർ, പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമാവും. ഡോണ്ട് ക്രോസ് യുവർ ലിമിറ്റ്. കൊന്നുകളയും. സർ, നാഗരാജ സാർ എവിടെ ഉള്ളത്? അകത്ത് പോയിട്ട് റൈറ്ററോട് ചോദിക്കും. താങ്ക് യു സർ. ഒന്നും മിണ്ടാതെ വാ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ ബ്രോ, അവിടെ നിൽക്ക്. എങ്ങോട്ടാ പോകുന്നത്? നാഗരാജ സാറിനെ കാണാൻ പോവാ. ആരാ നിങ്ങളൊക്കെ? എന്ത് കാര്യത്തിനാണ് സാറിനെ കാണുന്നത്? ഞങ്ങള് അക്കീരുടെ ഫ്രണ്ട്സാ. ചെന്നൈയിൽ നിന്ന് ബേർഡ്സിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വന്നതാ. ഇവിടെ അടുത്ത് ലിയോവില്ലയിലാ താമസിക്കുന്നത്. അന്ന് റോട്ടിൽ വഴക്കുണ്ടാക്കിയത് ഞങ്ങളാ. അക്കീരയ്ക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല സർ. അവൾ ആ സമയത്ത് വീട്ടിലായിരുന്നു. അവളെ ഏത് സെക്ഷന്റെ പേരിൽ അറസ്റ്റ് ചെയ്തെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ആ DSP നിങ്ങളെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്ക്. ഇല്ലെങ്കിൽ നിങ്ങളെയും പിടിച്ച് അകത്തിട്ട് അയാൾ ശരിക്കും പെരുമാറുന്ന ഉറപ്പാ. കായാമ്പൂ സാർ, എന്താ വരുന്നു സാർ?
ഡോ ആ അക്യൂസ്റ്റിന്റെ വീട്ടിൽ നിന്നേ ആരോടെങ്കിലും വരാൻ പറയും കേട്ടോ. അക്യൂസ്ഡോ? ഓഹ്, ഭയങ്കര തണുപ്പ്. ഒന്ന് കത്തിച്ചാലോ? എല്ലാം നീ കാരണോ? ഞാൻ എന്താ ചെയ്തേ? ചുമ്മാ വെതർ നൈസ് വൈബാണ്, നൈറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് വെളിയിൽ കൊണ്ടുപോയിട്ട് മഷ്റൂമും കഴിപ്പിച്ച് അവളെ കൂടി കൂട്ടിയിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. ഞാൻ വിളിച്ചു, അവള് വരില്ല എന്ന് പറഞ്ഞില്ലേ. ഡാ, ഒരു മഷ്റൂം കഴിച്ച അനാവശ്യം പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നും അറിയാത്തോലെ നടിക്കുക. ശരി വിട്, ഒരു കാര്യം ചെയ്യാം, അവളുടെ അച്ഛനെ വിളിച്ചു വരുത്തിയാലോ? അത് വേണ്ട, അയാൾ കാലൊടിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. വെറുതെ ടെൻഷൻ ആക്കണ്ട. നമുക്കൊരു വക്കീലിനെ നോക്കടാ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ശരി, ഓക്കെ. ഞാൻ മഡോണയുടെ അവനോടും ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറയാം. രമ്യ, അമ്മേ, കഴിക്കാൻ വരുന്നില്ലേ? പിന്നെ വരാമേ. ഓക്കെ, then I will eat. കഥക് ലോക്ക് ചെയ്തിട്ടില്ലമ്മേ. എന്താ അമ്മേ ഇത്? I told you no, eat later. Why you keep on knocking the door? എന്താ അമ്മേ? നീയായിരുന്നോ? എന്താടി ഈ നേരത്ത്? ചേട്ടൻ ഇന്ന് ഫോറിൽ നിന്ന് വന്നിട്ടുണ്ട്. നിനക്ക് കുറച്ച് ചോക്ലേറ്റ് തന്നിട്ട് പോവാൻ വന്നതാ. ഞാൻ പേടിച്ചുപോയി. ശരി, അകത്ത് വാ. താങ്ക് യു. കം. ഏയ്, എന്താ നിന്റെ മുഖത്തൊരു വല്ലായിക? സംതിങ് റോങ്? ജസി, ഇറ്റ്സ് വിയേർഡ്. 2 ദിവസം മുമ്പ് രാത്രിയിൽ എന്തോ സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്തു. ഐ എക്സ്പീരിയൻസ് സം കൈൻഡ് ഓഫ് പാരാനോർമൽ ആക്ടിവിറ്റീസ്. അതാരാ, അതെന്തിനാ എന്നെ ഹോണ്ട് ചെയ്യുന്നെന്ന് മനസ്സിലാവുന്നതേ ഇല്ല. വട്ടാണോ? അങ്ങനൊന്നും ഇല്ലടി. നിനക്കൊരു പക്ഷേ സ്ട്രെസ് അധികമായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരുപാട് നൈറ്റ്മെയർസ് വരുന്നു. നന്നായിട്ട് റെസ്റ്റ് എടുക്ക, ഒക്കെ ശരിയായിക്കോളും. നോ ജെസ്സി, ഞാൻ ഇപ്പോഴും പേടിച്ചു വരച്ചിരിക്കായിരുന്നു. അപ്പൊ നോക്കിയപ്പോ നീ ആയിരുന്നു ഡോറി കളിച്ചോണ്ടിരുന്നെ. ബട്ട് എന്തോ ഒന്നുണ്ട്. അതെന്താന്ന് അറിയുന്നില്ല. എന്നാ അതുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അതാരാണെന്ന് നിങ്ങൾക്കറിയണോ മാഡം? ജെസ്സി, ജെസ്സി, ഹേ ജെസ്സി. മമ്മി, 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 മമ്മി. Bottle full of bub, mama, I got what you need. If you need to feel the buzz, I'm into having sex. കഥക് തുറക്ക് മമ്മി, മമ്മി.
You can find me in the club, bottle full of bub, mama, I got. Club, bottle full of bub, mama, I got what you need. We in the club on time. അല്ല, ക്രൈം നമ്പർ 556 രമ്യ മർഡർ കേസ് ഇപ്പം എന്തുവരെയായി? DSP വളരെ ടെൻഷനില്ല. നാളെ വിക്ടിമിന്റെ മദറിനെ ചോദ്യം ചെയ്യാനുള്ളതാ. ആ കേസിന്റെ സ്റ്റാറ്റസ് എന്താ? ഫോറൻസിക് ലാബ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, വെയിറ്റിംഗിലാണ് സർ. ആ, വിക്ടിമിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. സർ, പേര് രമ്യ, വയസ്സ് 25, അൺമാരീഡ്, അമ്മയുടെ കൂടെ ചേർന്ന് ബിസിനസ് ചെയ്യാം. ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിച്ചു സർ. റോസ് ഗാർഡനിലാണ് വീട്. അമ്മയുടെ പേര് സാൻഡ്ര. ഒരുപാട് സ്വത്തുക്കളുണ്ട് അവർക്ക്. അവരുടെ വല്യച്ഛൻ അവരുടെ പകുതി സ്വത്തും സർക്കാരിന് ദാനമായിട്ട് കൊടുത്തു. സാൻഡ്രയുടെ ഹസ്ബൻഡ് ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് മരണപ്പെട്ടത്. അമ്മയും മോളും വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചില ഫോറിനേഴ്സ് ഇടയ്ക്ക് അവരുടെ വീട്ടിൽ വരാറുണ്ട്. അല്ല, വിസ്ര റിപ്പോർട്ടിൽ എന്താ ഉള്ളത്? ഓർഗൻസിൽ വെനം പോയിസൺ ആണെന്ന് കൺഫേം ആയി സർ. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അപ്ഡേറ്റ്സ് എന്താ? CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്തു സർ. ക്രൈം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു എവിഡൻസും കിട്ടിയില്ല സർ. അല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബോഡിയിൽ സ്ക്രാച്ച് മാർക്കുണ്ട്. ലുംബർ സ്പൈനും ഡാമേജ്ഡാണ്. ഇത് തന്നെയാണ് ജോൺ മർഡറിലും ഉണ്ടായത്. അതുകൊണ്ട് ജോൺ മർഡറും രമ്യ മർഡറും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നാണ് DSP പറയുന്നത്. ശരി, റിപ്പോർട്ട്സ് എല്ലാം ടേബിളിൽ വയ്ക്കേ. ഓക്കെ സർ. മാഡം, ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം നിങ്ങളുടെ മോളുടെ മർഡർ വെനം പോയിസൺ മാത്രമല്ല കാരണം. അവർ മരിക്കുന്നതിന് മുമ്പ് ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബോഡി മുഴുവൻ സ്ക്രാച്ച് മാർക്ക് ഉണ്ട് മാഡം. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ മാഡം? സംഭവം നടന്ന ദിവസം ആരൊക്കെയാ വീട്ടിലേക്ക് വന്നത്? ഇല്ല, മരിക്കുന്ന ദിവസം ആരും പ്രത്യേകിച്ച് വീട്ടിൽ വന്നിട്ടില്ല. അന്ന് രാത്രി ഞാൻ അവളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അവള് പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു. രാവിലെ ഞാൻ നോക്കുമ്പോ നിങ്ങളുടെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദയവായി കോപ്പറേറ്റ് ചെയ്യും. അപ്പോഴേ കേസ് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. മാഡം, നിങ്ങളോടോ നിങ്ങളുടെ മകളോടോ ആർക്കെങ്കിലും മുൻവരേഖ ഉണ്ടായിരുന്നോ? ഇല്ല. ശരി, നന്നായിട്ട് ആലോചിച്ച് നോക്കൂ മാഡം. മാഡം, നിങ്ങൾക്ക് ആ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സെയിൻറ്റ് ഗോൺസാലസിനെ പോയി കാണാം. പറയാം. DSP സാർ പറഞ്ഞ പോലെ ഈ രണ്ട് കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ട്. ഒരേപോലെ സ്പൈൻ പൊട്ടിയിട്ടുണ്ട്, സ്ക്രാച്ചസും ഉണ്ട്. പക്ഷേ എവിഡൻസ് മാത്രമില്ല. ഇപ്പോൾ അഖില കസ്റ്റഡിയിലുമാണ്. അപ്പോൾ
ഇതൊക്കെ മറ്റാരോ ആണ് ചെയ്യുന്നത്. സാർ, ഇത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. തലച്ചോറിന് നല്ലതാ. ഇത് ഒരുതരം ചീരയാണ് സാർ, ബുദ്ധി വികസിക്കും. ഈ അകിരയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ ചില നിഗമനങ്ങളുണ്ട് സാർ. ഞാൻ പറയുന്ന കാര്യങ്ങൾ സാറ് ഒന്ന് കൺസിഡർ ചെയ്യണം. സാർ സാർ ഇരിക്കൂ സാർ. സാർ സാർ സോറി സാർ. സാർ ഒന്ന് കഴിക്കൂ സാർ. സാർ പ്ലീസ് സാർ, ഞാൻ പറയുന്ന ഒന്ന് ദയവായിട്ട് കേൾക്കൂ സാർ. പറഞ്ഞു. എന്നാ പറയുന്നത് തെറ്റാണെങ്കിൽ? സാർ, പോയിന്റ് നമ്പർ 1 സാർ, ആ പെണ്ണിന് ചുരുങ്ങിയതൊരു 52 കിലോ വെയിറ്റിലുണ്ടാവും സാർ. അവൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഒരാളെ എങ്ങനെയാണ് സാർ എറിഞ്ഞു കൊല്ലാൻ സാധിക്കുക? പോയിന്റ് നമ്പർ 2 സാർ, ആ 2 മർഡറും വളരെ ക്രൂരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് സാർ. ഞാൻ പറയുന്നത് ശരിയല്ലേ സാർ? ഇവൾക്ക് എങ്ങനെയാണ് സാർ ജോണിനെ കൊല്ലാൻ സാധിക്കുക? സാർ ഭക്ഷണം കഴിക്കൂ സാർ. എടാ, ബുദ്ധിയില്ലേ നിനക്ക്? 2 കൊലയും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടായിരുന്നോ അതോ ഇല്ലയോ? സാർ, അതാണ് ഞാൻ പറയുന്നത്. ഇവളല്ല മറ്റാരും ആണെന്ന്. നമ്മളാദ്യം റൂട്ടൊന്ന് മാറ്റണം സാർ. സാന്ദ്രയുടെ ഭാഗത്തുനിന്ന് കേസ് മൂവ് ചെയ്ത് പോയാൽ നമുക്ക് ഉറപ്പായിട്ടൊരു ഉത്തരം കിട്ടും സാർ. മാഡം, കരയാതെ മാഡം. നിങ്ങളുടെ മരണത്തിന് ശേഷം കരയാം. ആരത്? ആരാത്? ആരാ? ആരാത്? നീ രക്ഷപ്പെട്ടു സന്തോഷപ്പെടണ്ട. നീ എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനും എത്രയും വേഗം നിന്റെ മോളെടുത്തെത്തും. നിന്റെ മരണം ആർക്കും തടുക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര അടിച്ചാലും ഞാൻ പറഞ്ഞതാ സത്യം. എന്നാ നിങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ സാൻഡ്രയോട് പോയി ചോദിക്കടാ. ഒരു കാര്യം ഞാൻ പറയാം, അവളുടെ മരണം ഉറപ്പാ. നിങ്ങൾക്ക് സാന്ദ്രയെ പറ്റി അറിയില്ല. അവളത്ര നിസ്സാരക്കാരിയൊന്നുമല്ല. നിങ്ങളിൽ എത്ര പേര് അവിടെ നിന്ന് കിമ്പളമാക്കിയിട്ടെന്ന് ആർക്കറിയാം? സാർ, ആ കോർട്ട് ഓർഡർ എന്തായി? അത് ഞാൻ നോക്കിയോളാം. പോ. ഇതേ പോലീസ് സ്റ്റേഷനില് എന്റെ മോളെ കാണാനായിട്ട് എത്ര പ്രാവശ്യം ഞാൻ വന്ന് ഇവരെ കാല് പിടിച്ച് ചോദിച്ചതാ. ഒരു മറുപടി ഇവന്മാരാരെങ്കിലും തന്നോ എനിക്ക്? അതുകൊണ്ടാ
കളിക്കേണ്ട സ്ഥലത്ത് തന്നെ കയറി കളിച്ചത്. ഇപ്പൊ സാന്ദ്രയ്ക്ക് അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാവും. ആ പെണ്ണെ റിലീസ് ചെയ്തേക്ക്. ശരി സാർ. ഹലോ, ആ ഞാനിവിടെ വന്നു. അക്കിരടാ. ഹായ് അക്കിര. ഹായ്. നിങ്ങൾ ഇൻസ്പെക്ടറോട് എല്ലാ കാര്യവും നേരത്തെ സംസാരിച്ചിരുന്നോ? സോറി. ബ്ലാക്ക് മാമ്പ. ഇതിന്റെ വെനത്തിൽ നിന്നും ജസ്റ്റ് 2 drops മതി. ഇറ്റ്സ് ലൈക്ക് സൈനൈഡ്, യു നോ. ഗെസ്, ഒരു ആനയുടെ ജീവൻ ജസ്റ്റ് 10 minutesൽ തീർന്നതാണ്. I know all this. What's the price? Exotic rate just 50 lakhs. So expensive. ഓക്കെ, വെറുതെ അല്ല ബ്ലാക്ക് മാമ്പ. ദിസ് ഈസ്, യു നോ, ഇറ്റ്സ് എ ബിഗ് ബാങ് ബിസിനസ്. എൻ്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് ഇത് 4 പേരുടെ കഥ അവസാനിപ്പിച്ചിട്ടാണ് വന്നത്. റൈറ്റ്? എൻ്റെ കയ്യിൽ നിന്ന് ഈ പാമ്പിനെ വാങ്ങുന്നില്ലെങ്കിൽ ആഫ്രിക്കയിൽ പോയി വാങ്ങേണ്ടി വരും. കസ്റ്റംസിന്റെ ക്ലിയറൻസ് കിട്ടിയാലല്ലേ നിനക്ക് വാങ്ങാൻ പറ്റൂ. ലുക്ക് ഹിയർ, ഇതിനെ വെച്ച് നീ എത്രമാത്രം സമ്പാദിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. വനത്തിൽ നിന്ന് പ്രോട്ടോടോക്സിൻ എടുത്ത് ക്യാൻസറിന് വേണ്ടി റിസർച്ച് ചെയ്യാമെന്ന് ഞങ്ങൾക്കറിയാം. AC എൻസൈം റിട്രൈവ് ചെയ്ത് ഡയബറ്റീസിന് മെഡിസിൻ ഉണ്ടാക്കുമെന്നും അറിയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലഹരിക്ക് വനത്തിൽ നിന്ന് ഡ്രഗ് ഉണ്ടാക്കി വലിയ മാഫിയയ്ക്ക് വിൽക്കുന്നുണ്ടെന്നും അറിയാം. നിന്നോട് കറക്റ്റ് പ്രൈസാ പറഞ്ഞിരിക്കുന്നത്. പാമ്പ് വേണോ വേണ്ടയോ? We'll fix the deal. ബോയ്സ്, ശ്രദ്ധിച്ചു പാക്ക് ചെയ്ത് കൊടുക്കടാ, അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. ഏയ്, എത്ര നേരാടി? തുളസി, നല്ല ഭംഗിയുണ്ട് നിന്നെ ഈ ഡ്രസ്സിൽ കാണാൻ. നൈസ് സെലക്ഷൻ. താങ്ക്സ് മാഡം. അത് ശരിയാ, നൈസ് കളർ. ഏയ്, എന്റെ ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ട്. ലേറ്റ് ആയിട്ട് ചെന്നാ എന്നെ വഴക്കു പറയും. ഞാൻ പോട്ടെ, ഈവനിങ് കാണാം. ഓക്കെ, ബൈ. എന്ത് ജ്യൂസാടി ഇത്? മാഡം, കൈതച്ചക്ക ജ്യൂസാ മാഡം. കാശിന് കൊള്ളില്ല, ഒരു ജ്യൂസ് ഉണ്ടാക്കാനും അറിയില്ലേ? അതല്ല മാഡം. എന്തല്ലെന്ന്? നൈസ് ഡ്രസ്സാണെന്ന്. ഗെറ്റ് ലോസ്റ്റ്. എന്റെ പേര് തുളസി. എന്റെ അച്ഛൻ ഒരു മുഴുകുടിയനാ. കുടിച്ചിട്ട് എന്നെ എന്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കും. അങ്ങനെ ഒരു ദിവസം കുടിച്ചിട്ട് എന്റെ അമ്മയെ അടിക്കുമ്പോ അമ്മ മരിച്ചുപോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ പൈസയ്ക്ക് വേണ്ടി എന്നെ സാൻഡ്ര മാഡത്തിന്റെ വീട്ടിലെ ജോലിക്കാരിയായി വിറ്റിട്ട് പോയി. അങ്ങനെ ഞാനൊരു അനാഥയായി. എനിക്ക് ആകെ കൂടിയുള്ള ആശ്വാസം അടുത്ത വീട്ടിലെ മോൻ സഞ്ജയ. അവന്റെ കൂടെയാ എപ്പോഴും ഞാൻ കളിക്കുന്നത്.
മാഡം ഒന്ന് കാല് മാറ്റുവാണെങ്കിൽ തുടയ്ക്കായിരുന്നു. വിവരമില്ലേടി നിനക്ക്? നീ കാരണം ഞാൻ ഗെയിമിൽ തോറ്റു. Just 2 players were left. ഹലോ, നിക്ക്. ആരാ നീ? ഡ്രസ്സ് വാങ്ങാൻ വന്നാണോ? കാശുണ്ടോ കയ്യില്? എന്താ തുറച്ചു നോക്കുന്നേ? ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. പോകാനല്ലേ പറഞ്ഞേ? ചുമ്മാ വായ നോക്കുന്ന പോലെ വരും, എന്നിട്ട് സാധനം അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. Marvelous. Hey, hey. Hey, what are you doing here? Are you stalking me? No, I was ringing the doorbell, but no one opened it. തുളസി ഉണ്ടായിരുന്നല്ലോ. Let's leave. It's already late. Okay, come. Yeah. ഇത് അവളല്ലേ? വീണ്ടും വന്നോ? അടിമേടിക്കോന്റെ പൊടി. എന്തൊരു ജാടയാ അത്? ഒന്ന് നോക്കിയതല്ലേ ഉള്ളൂ. ഇയാൾക്ക് എന്താ? എന്തൊരു അഹങ്കാര നിങ്ങൾക്ക് അഹങ്കാരം? നിങ്ങൾ എന്താ ഓണറാ? നിങ്ങള് വാച്ച്മാൻ അല്ലേ? ഓ, നീ വലിയ മഹാറാണിയല്ലേ? ഒരെണ്ണം വെച്ചെന്നുണ്ടല്ലോ. എന്താടാ പ്രശ്നം? ഈ പെണ്ണ് ഡെയിലി കടയ്ക്ക് വരും, എന്നാലോട്ടൊരു സാധനം വാങ്ങുകയില്ല. ഇവള് കാരണം മറ്റേ കസ്റ്റമേഴ്സിനും ബുദ്ധിമുട്ടാ. എടോ താനെന്ന് അടങ്ങ്. അല്ല മോളെ, എന്താ പ്രശ്നം?
സാർ ഈ ഡ്രസ്സ് ഓ ഇത് വാങ്ങാൻ വേണ്ടിയാണോ? ഇതിന് 7,000 രൂപയാ. 7,000 രൂപയോ? ശരി സാർ. ഡ്രസ് വാങ്ങാൻ വന്ന ഒരാളെ കണ്ടില്ലേ? പോടുന്നു തന്നെയുണ്ടല്ലോ. തന്റെ വീട്ടിലെ ദേഷ്യമൊക്കെ കസ്റ്റമറോടെ കാണിക്കുന്നേ? നിന്നെയൊക്കെ ജോലിക്ക് വെച്ച എന്നെ വേണം പറയാൻ. മര്യാദയ്ക്ക് ശമ്പളം തന്നെ, ഞാൻ മര്യാദയ്ക്ക് പണിയെടുക്കും. ഞാൻ മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കുകയാണെങ്കിൽ തന്നെ ജോലിക്ക് വെക്കേണ്ട കാര്യമുണ്ടോ? തുളസി, നീ എന്താ ചെയ്യുന്നേ? ഏയ് എന്താടാ? ടിഫിൻ കഴിച്ചോണ്ടിരിക്കാം. നിനക്കെന്താ വട്ടാണോ? പ്ലേറ്റിൽ ഒഴിക്കാതെ സാമ്പാർ തടയിലാണ് ഒഴിക്കുന്നേ. പ്രേമിച്ചോണ്ടിരിക്കുന്നവർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാറ്. നീ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. മാർക്കറ്റിലെ സിൻഡ്രല്ല ഡ്രസ്സ് കണ്ടുടാ. അയ്യോ എന്ത് രസാണെന്നറിയോ? അത് കണ്ടപ്പോൾ മുതല് ഞാൻ സ്വപ്നലോകത്തിലാ. ആ ഡ്രസ്സ് എങ്ങനെയെങ്കിലും വാങ്ങിക്കണോടാ. അതൊക്കെ പോട്ടെ, നീ ചെറിയ ചെക്കനല്ലേ, നിനക്കതിനെ കുറിച്ച് എന്തറിയാനാ? എനിക്ക് സിൻഡ്രല്ലയെ പറ്റി ഒരു മിനിറ്റേ. ഈ ഗൗണല്ലേ നീ കണ്ടത്? ഇതന്നെയാടാ. നീ അറിയും മുന്നേ എനിക്ക് സിൻഡ്രല്ലയെ പറ്റി ഒരുപാട് അറിയാം. ഒരു മിനിറ്റ്, നിനക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിയൊന്ന് ചിരിച്ചേ. എന്തിനാണോ ഫോട്ടോ എടുക്കുന്നത്? ഞാൻ പറഞ്ഞത് മാത്രം ചെയ്, ചിരിക്ക്. എന്താടാ ചെയ്യുന്നത്? സൈലൻസ് പ്ലീസ്. ഇവിടെ നോക്ക്. സൂപ്പറാടാ. ഞാൻ ആണും നീ പെണ്ണുവാ. ഡിസ്റ്റൻസ് പ്ലീസ്. സോറിടാ, സോറി. എങ്ങനെയെങ്കിലും ഈ ഡ്രസ്സ് എനിക്ക് വാങ്ങിക്കണോടാ. എങ്ങനെ വാങ്ങാനാ? നിന്റെ അടുത്ത് അത്രയും അധികം പൈസ ഉണ്ടോ? ഇല്ല, എന്നാലും സൂപ്പർ ഐഡിയ ഉണ്ടടാ. എന്താ രാഗങ്ങൾ മീട്ടിയേ വാഴ്വിൻ മന്ത്രം എൻ സമസ്യയിൽ ഒളിക്കവേ സല്ലാപം ചെയ്ത ഭൂമിയിൽ പാൽനിലാവ് തൂകവേ വഴികളെ തേടും അഴകിയേ പ്രപഞ്ചമേ നീയെ അടിമയേ കാലവഞ്ചിയിൽ നിൻ കോലം മാറുമേ നീലവാനമേ നിന്നാടയാകുമേ. സർ 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 ഒരെണ്ണെങ്കിലും വാങ്ങിക്കോ സർ. സർ പ്ലീസ് സർ. വേറെ ഉണ്ട് സർ. നന്ദിയുണ്ട് സർ. വൈറ്റ് വേണ്ട, ബ്ലാക്ക് മതി. ഇതിന് 30 രൂപയാ സർ. സാർ സാർ ഇതിന് 30 രൂപയുള്ളൂ സർ. സർ ഒരെണ്ണം വാങ്ങിക്കോ സർ പ്ലീസ്. ക്യാപ്പൊന്നും വേണ്ട, നീ ഇനി 2 എണ്ണേ ഉള്ളൂ. ഓണർ വഴക്ക് പറയും. ഞാൻ പോവാ സർ. ആരാരോ നീക്കും കരുപോൽ നിൻ ജീവൻ തുളസി, തുളസി, തുളസി. എന്താ തുളസി സങ്കടപ്പെട്ടിരിക്കുന്നേ? അങ്ങനെയൊന്നും ഇല്ലടാ.
മാർക്കറ്റില് ആ സിൻഡ്രല്ല ഡ്രസ്സ് കണ്ടില്ലേ? നല്ലതാണെന്ന് പറഞ്ഞില്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടും അതിനുള്ള പൈസ തികയുന്നില്ലടാ. അതിനാണ് ഇത്ര വിഷമിക്കുന്നത്. നിനക്ക് സിൻഡ്രല്ല ഡ്രസ്സ് പോലത്തത് വേണോ അതോ സിൻഡ്രല്ല ഡ്രസ്സ് തന്നെ വേണോ? സിൻഡ്രല്ല ഡ്രസ്സ് തന്നെ വേണം. അതിന് വേറൊരു വഴിയുണ്ട്. എന്ത് വഴിയാടാ? അത് നമ്മുടെ ഗുരുജിയാ. ആണോ? ഒരു ബോട്ടിൽ വിസ്കി, ഒരു ബോട്ടിൽ ബ്രാൻഡി ഒന്നിച്ചടിച്ചാൽ വെക്കൊല്ലോ വാള്. തുടക്കത്തിൽ ഞാൻ നേരെ നിൽക്കും, പിന്നെ മൂക്കും കുത്തി വീഴും. ഗുരുജി വാവ്, കാഴ്ചക്ക് ഇവളാണ് നല്ല ഗ്ലാമറാ, പക്ഷെ ശബ്ദമാണെങ്കിൽ മരയോന്തിന്റെ വരുന്നു. യെസ് ബേബേ. ഗുരു, ഞാനാ വിളിച്ചത്. എടാ പാഷാണത്തെ ക്രിമി, നീയായിരുന്നോ? എന്ത് പറയാനുണ്ടെങ്കിൽ അകത്തേക്ക് അവളെയും കൂട്ടിക്കോടാ. കൂട്ടടാ, എന്തൊരു ഫിഗറാ ഇവള്. നീ കൂടെ മാറുന്നടാ. ഗുരു നന്നായി നോക്കണേ. കാണാൻ മാത്രം ഒന്നും ഇല്ലല്ലോടാ. എന്താടാ, ഗുരുവിന് വേണ്ടി പെണ്ണ് കണ്ടാണോ? അയ്യോ ഗുരു, തുളസി എന്റെ ഫ്രണ്ടാ. അടുത്ത വീട്ടില് ജോലി ചെയ്യുന്നതാ. കുറച്ച് ലൂസാ. നിന്റെ ഫ്രണ്ടല്ലേ, അതെങ്ങനെ വരൂ? ഗുരു, ഒരു സിൻഡ്രല്ല ഡ്രസ്സിനോട് ഇവൾക്ക് ആഗ്രഹം. അതിന് വളരെ വില കൂടുതലാ. അതുകൊണ്ടാ ഈ വിഷമം. ഞാനുള്ളപ്പോ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ കാണാത്ത സിൻഡ്രല്ല ഡ്രസ്സാണോടാ. എത്ര വലിയ ഡിസൈനറാ. ലുക്ക് ആൻഡ് സീ. ജാക്കി ചാന്റെ പടങ്ങളിലെ ഡ്രസ് വരെ ഞാനാ ഡിസൈൻ ചെയ്യുന്നത്. ലുക്ക് ആൻഡ് സീ. ഏഞ്ചലീന ജോളി. റോബോ എന്ന് വെച്ചാൽ അവൾക്ക് ജോളിയാ. ഇങ്ങോട്ട് നോക്ക്. ദീപിക പതുക്കോൺ. അവളുടെ ഡ്രസ്സ് നേരെയാക്കി കൊടുത്തത് ഞാനാ. അങ്ങോട്ട് നോക്ക്. ഐശ്വര്യ റായ്. അവൾക്ക് ഞാനാണ് ടൈ ബോയ്. അതേതാ മുള്ളമ്പന്നി? അത് മുള്ളംപന്നി അല്ലടാ, പ്രിയങ്ക ചോപ്രയാ. ദിവസം ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുക. അത്രയും വലിയ ഡിസൈനർ. ആഫ്റ്റർ ഓൾ ഒരു ചെറിയ സിൻഡ്രല്ല വലിയ കാര്യ. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. നോക്കിയും കണ്ടൊക്കെ ഒന്നും ചെയ്തു കൊടുക്കൂ ഗുരുജി. നോക്കിയും കണ്ട് നന്നായിട്ട് ചെയ്തു കൊടുത്തേക്കാം. എമൗണ്ട് എത്രയാ നീ പറഞ്ഞത്? 500 രൂപ പറയട്ടെ. 200 രൂപ പറഞ്ഞു. പാവം തുളസി ആഗ്രഹിച്ചു പോയി. 700 വാങ്ങിച്ചോ? 700 രൂപയോ? നമ്മുടെ കടയിൽ ടോപ്പ് റേറ്റ് 350 രൂപയാ. ഇവനുമായിട്ട് കൂട്ടുകൂടിയതിന്റെ പ്രയോജനം ഇപ്പോഴാണ് ഉണ്ടായത്. എങ്ങനെയെങ്കിലും ഇവിടെ കറക്കിയെടുക്കണം. അത് പറ്റില്ലെന്നുണ്ടെങ്കിൽ 1000 രൂപ തന്നേക്കാം. തയ്ച്ചു തരണം. 1000 രൂപയോ? തുളസി പെട്ടെന്ന് വെള്ളത്തിലിട്ട് തളിക്കടാ. ഞാൻ അടിക്കും മോളെ, നന്നായിട്ട് അടിക്കും മോളെ. താഴേന്ന് മോള് വരെ അടിക്കും മോളെ. ഡ്രസ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് പോട്ടെടാ, ഇത്ര വലിയ വലിയ ആൾക്കാർക്ക് ഡ്രസ്സ് തയ്ച്ചതല്ലേ, സൂപ്പറായിട്ട് തയ്ച്ചു തരുമായിരിക്കും. അളവെടുക്കുന്നില്ലേ? അതൊന്നും കണ്ണുകൊണ്ട് സ്കാൻ ചെയ്യും. കാരണം ഗുരു റോബോട്ടല്ലേ. പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഞാൻ. അല്ലാതെ പിന്നെ ഇത്രയും സുന്ദരി ഒരു പെങ്കൊച്ചല്ലേ, അപ്പൊ നന്നായിട്ട് തയ്ച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് ഇഞ്ച് ബൈ ഇഞ്ച് ആയിട്ട് അളവെടുത്ത് തയ്ച്ചെങ്കിലേ ഡ്രസ്സ് നന്നായിട്ട് ഫിറ്റ് ആവൂ. എന്തേ ഇപ്പൊ ഞാൻ അളവെടുക്കുന്ന നീ കണ്ടോ? കയ്യിന്ന് കാണിച്ചേ. വെറുതെ എടുത്ത് ഇങ്ങോട്ട് വെച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല വീണ പോലെ ഉണ്ട്. ഒന്ന് വായിക്കാൻ തോന്നുന്നു. 47. എന്താ മോളെ ഇത് മൊത്തത്തിൽ ചുരുങ്ങിപ്പോയല്ലോ. ഫുൾ ഡയറ്റ് ആണോ? 35. എന്തൊരു കഴുത്തായത്. 27. പൊക്കി കാണിക്കോളെ. കാലിങ്ങോട്ട് വെക്കുമോളെ, മേലേക്ക് എടുത്തല്ലേ. വാഴപ്പിണ്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടതുപോലെ ഉണ്ട്. പഴങ്ങഞ്ഞി ഉണ്ടായിരുന്നു, കുഴച്ചടിക്കായിരുന്നു. എന്താ കളറ്? എന്തൊരു ചോദ്യം മോളെ ഇത്. ടോപ്പ് മാത്രം നന്നായി മതിയോ? ബോട്ടം കൂടി ശരിക്കും ഫിറ്റ് ആവണ്ടേ? അതുകൊണ്ടാണ് ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് അളവെടുക്കുന്നത്. ചുമ്മാ ഇടയ്ക്ക് കയറി ചോദിച്ച് കൺഫ്യൂഷൻ ആക്കാതെ ഉണ്ടായിരിക്കും. ആ കാലം കൊണ്ട് വെച്ചേ. എന്തൊരു കാലം ഇത്. തടവിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. ഇനി അടുത്ത തുടയിൽ വെക്കാം. ഗുരു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലായിക്കോളൂടാ. നീ പൊയ്ക്കോടാ, കൊച്ചിവിടെ നിൽക്കട്ടെ. പൊക്കോടാ, ഞാൻ പറഞ്ഞു വിട്ടേക്കാം. ഡ്രസ് തയ്ച്ചിട്ട് വിടാമല്ലോ എന്ന് കരുതിയിട്ടാ. അവള് സമ്മതിച്ചടാ. തുളസി, അയാളെ വിശ്വസിക്കല്ലേ, ഞാൻ പറഞ്ഞേക്കാം. കുറച്ചു നേരം ഒന്ന് എൻജോയ് ചെയ്ത് വരികയായിരുന്നു. എല്ലാം കുളവാക്കിയ പാഷാണത്തെ ക്രിമി വിഷം വെച്ച് കൊല്ലും ഞാൻ അവനെ. നാളെ നീ വരുമല്ലോ, അപ്പം ഞാൻ അടിച്ചു മാറ്റിക്കോളാം ഈ എമൗണ്ട്. എടാ, ടൈലർ നന്നായിട്ട് തയ്ച്ചിട്ടുണ്ടാവോ? തുളസി, അയാൾ ടൈലർ അല്ല, ഡിസൈനറാ. ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ട് തുന്നും. ഓക്കെ? അതെ, രാത്രി ആ ഡ്രസ് ഇട്ട് ആകാശത്തിൽ പറന്നു ഞാൻ. ഉറക്കം വന്നേ ഇല്ല. എപ്പോഴും ആ വിചാരം തന്നെയായിരുന്നു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നീ ആ ഡ്രസ് ഇടുന്നു, സിൻഡ്രല്ലായിട്ട് മാറുന്നു. താങ്ക്സ് ഡാ. ഡ്രസ് വാങ്ങിയതിന് ശേഷം നിനക്കൊരു കപ്പ് ഐസ്ക്രീം വാങ്ങിത്തരാം. ഓക്കെ അല്ലേ? ഓക്കെ. എന്നാ എന്റെ അമ്മ അറിയാൻ പാടില്ല. പ്രോമിസ്? പ്രോമിസ്. ഒന്ന് മാറ്. ഡ്രസ് കഴിക്കാൻ വന്നിട്ട് ഇയാളെന്തീ കാണിക്കുന്നത്? എന്താടാ ഉറങ്ങുന്നേ? എടാ, അത് എമി ജാക്സനും മൈക്കിൾ ജാക്സനും എന്തോ സോങ് ഉണ്ട് പോലും. ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് തയ്ച്ച് ഞാൻ ആ ടയർഡായടാ. എന്താ കാര്യം? ഡ്രസ് തയ്ച്ചാ നിങ്ങള്? അതൊക്കെ കഴിഞ്ഞ ആഴ്ച തയ്ച്ചടാ. കഴിഞ്ഞ ആഴ്ചയോ? ഇന്നലല്ലേ ഓർഡർ വന്നത്.
ഉറക്കപ്പിച്ച് പറഞ്ഞാടാ, ഇനി അത് പിടിച്ച് ഞാനണ്ടാ. ഡ്രസ് സൂപ്പർ ആയിരിക്കുമല്ലോ അല്ലേ? അതിട്ട് കഴിയുമ്പോ തുളസി തന്നെ സൂപ്പർ ആയിരിക്കൂടാ. ഡ്രസ് എവിടെയുള്ളത്? അത് തിരുപ്പോണം, ഞാൻ തന്നെ ഇട്ടു. അത് അവള് തന്നെ ഇട്ടോളും. ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നു? നീ വന്നടാ. എന്നെ പറ്റി അവളെന്തെങ്കിലും പറഞ്ഞോടാ. മിണ്ടാതിരുന്ന് പണിയെടുത്താ പോരെ? മിണ്ടായിരുന്നു എങ്ങനെയാടാ പണിയാ? ഓ, ആ ഡ്രസ് ഇട്ടിട്ട് അവൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. എന്താ? നീ ഇങ്ങ് വാ. ഞാനകത്തോട്ട് പോട്ടെ? നീ വാ. ഇത് എനിക്ക് കാണാൻ വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ. നല്ല തങ്കഭസ്മത്തിൽ പൊതിഞ്ഞെടുത്തതുപോലെയുണ്ട്. ഈ അടക്കം ഒതുക്കുവാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇതിട്ടുകൊണ്ട് നേരെ അമ്പലത്തിലേക്ക് പോകാനുണ്ടല്ലോ, 2 കൈയും കുപ്പി മുരുകൻ പോലും തൊഴുതു പോവും. എങ്ങനെ ഉണ്ടാ എന്റെ കൈരാശി? എത്ര ചെറുതായിട്ട് തയ്ച്ചിരിക്കുന്ന. ചെറുതാണെങ്കിൽ ചെറുതായിട്ടല്ലേ തയ്ക്കാൻ പറ്റൂ. അല്ല മോളെ, നീ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ഏയ് കൈയെടുക്കാൻ മറക്കാൻ വേണ്ടിയാണോ തയ്ച്ചു വെച്ചാൽ? ഞാൻ കണ്ടില്ലേ എന്തൊരു തിളക്കമാണെന്ന്. ഒരു ഇഞ്ച് കൂടെ മുകളിലേക്ക് കയറ്റായിരുന്നു. പക്ഷെ നാട്ടുകാർ മുഴുവൻ കാണുമല്ലോ എന്ന് ഓർത്താ. ഇത് സിൻഡ്രല്ല ഗൗൺ അല്ല. സിൻഡ്രല്ല അല്ലെങ്കിൽ എന്താ? സിമ്പിൾ അല്ലേ? നല്ല കാറ്റ് കയറുന്നില്ലേ, പിന്നെന്താ? നിങ്ങളെ വിശ്വസിച്ചല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്? ഇത് നശിപ്പിച്ചില്ലേ? എടാ, ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ലല്ലോടാ ഇവളെ. നിങ്ങളെയാണോ ഞാൻ ദൈവം എന്ന് പറഞ്ഞത്? അല്ല മോളെ, ദൈവം എപ്പോഴും അളന്നല്ലേ കൊടുക്കുള്ളൂ. അതുകൊണ്ടാ ഞാനും അളന്നങ്ങ് തയ്ച്ചത്. എങ്ങനെ തയ്ച്ചിരിക്കുന്ന കണ്ടില്ലേ? ഈ ഡ്രസ്സിനെക്കാളും ഈ ഡ്രസ്സ് നല്ലത് കേട്ടോ. കാലായിരുന്നോ? മോളെ തുളസി, എടി ലൂസേ, നോക്കു വെച്ചാ നീയൊക്കെ ഫുൾ ഡ്രസ് ഇട്ടാ ഒരുത്തം പോലും തിരിഞ്ഞു നോക്കില്ല. എല്ലാരും ഇതുപോലത്തെ ഡ്രസ്സ് കണ്ടാ ശീലിച്ചു പോയത്. അല്ലടാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ എന്താടാ സങ്കടപ്പെട്ട് നടക്കുന്നേ? സോറി തുളസി, ഞാൻ കാരണമല്ലേ ഇങ്ങനെയായത്. സാരല്ല, അത് പോട്ടെ. നിനക്കെന്ത് ചെയ്യാൻ പറ്റും? തുളസി, നമുക്ക് ജീസസിനോട് ചോദിച്ചാലോ? ആരെടുത്ത്? ഭഗവാനെ, എനിക്ക് സിൻഡ്രല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലും ആ ഡ്രസ്സ് 3 മാസത്തേക്ക് ആരും വാങ്ങാതെ സൂക്ഷിക്കണേ പ്ലീസ് ഭഗവാനെ. അതെ ജീസസ്, തുളസി പാവാ, അവളൊന്ന് സഹായിക്കണേ. എന്റെ മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കൂ. അവന് ആക്സിഡന്റ് ആയത് കാരണം ഒരുപാട് രക്തം നഷ്ടപ്പെട്ടതാ. AB ഗ്രൂപ്പ് വളരെ റെയർ ആയതുകൊണ്ട് അവന് രക്തം കിട്ടുന്നേ ഇല്ല. രക്തം കിട്ടിയാലേ അവൻ രക്ഷപ്പെടൂ. പ്ലീസ് വിഷമിക്കേണ്ട, തീർച്ചയായും ഞാൻ പ്രത്യേക പ്രാർത്ഥന നടത്താം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നന്ദിയുണ്ട് ഫാദർ. അഴലിൻ കാലം നിന്നെ കടന്നേ പോകും. അഴകായി വിരിയും പുലരി നിൻ മനമാകും. ഈറനായൊരു തൂമണ്ണിൽ പൂക്കൾ പൂത്തിടുമേ. ആനന്ദ ദീപങ്ങൾ നിന്നിറവാനിൽ. വീണേ വീണേ രാഗങ്ങൾ മൂളിയോ. വളരെ നന്ദിയുണ്ട് മോളെ. ഈ പൈസ എടുത്തോളൂ. അയ്യോ, എനിക്ക് ഇത്ര പൈസയൊന്നും വേണ്ട. ശരിക്കും രക്തം കൊടുത്താൽ പൈസ വാങ്ങിക്കാൻ പാടില്ല. എന്നാലും എനിക്കൊരു സ്വപ്നമുണ്ട്, അതുകൊണ്ടാ ഞാൻ വാങ്ങിക്കുന്നത്. സാരമില്ല, ഇത് പിടിച്ചോളൂ. എന്തോ മോളെ ഇത്? താങ്ക്സ് ചേച്ചി. നിന്നോട് വരാനെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ വന്നേ? എന്റെ കയ്യില് പൈസയുണ്ട്. പുതിയ നോട്ടാണല്ലോ. ഡ്രസ് വാങ്ങിക്കാൻ പോവാ. അകത്തോട്ട് കയറിയാട്ടെ, ചെല്ല്. ഇതാ നിങ്ങൾ ചോദിച്ച പൈസ. സിൻഡ്രല്ല ഡ്രസ് തരൂ. കൊള്ളാലോ, നീ ഇത് വാങ്ങൂലെന്നാ ഞാൻ വിചാരിച്ചേ. എന്നാലും ആഗ്രഹിച്ച കാര്യം സാധിച്ചല്ലോ. സംസാരിക്കാൻ നേരമില്ല, പെട്ടെന്ന് ഡ്രസ്സിംഗ് ഇതാ. എനിക്ക് മോളെ പാക്ക് ചെയ്യാൻ പറയട്ടെ. ഈ കൊച്ചിനാ ഡ്രസ് പാക്ക് ചെയ്ത് കൊടുത്തേ.
പാക്ക് ചെയ്തോണ്ടിരിക്കുക. പണവും കൊണ്ടല്ലേ വന്നത്? ഭയങ്കര വാശുവല്ല പെണ്ണ. ഡ്രസ് ഞാൻ വാങ്ങി കണ്ടോ? ഒരു മിനിറ്റ്. സിഗരറ്റ് വലിക്കാൻ. സിഗരറ്റ് വലിക്കാൻ ടിപ്സോ? മോളെ, ഇതുവരെ എനിക്ക് ആരും ടിപ്സ് തന്നിട്ടില്ല മോളെ. നീ ശരിക്കും മഹാറാണിയാ. ഇടയ്ക്കിടയ്ക്ക് വാ കേട്ടോ. Oh God, Mom, I'm late for dance class. ഞാൻ പോയിട്ട് വരാം. Bye. Bye. Hey, ഡാൻസ് ക്ലാസ്സിന് വരുന്നില്ലേ? ഇല്ല. എന്താ? ഞാനും റോബിനും മൂവിക്ക് പോവാ. നിനക്ക് മൂവിക്ക് പോവാൻ എന്റെ റോബിനെ കിട്ടിയല്ലോ. കൊല്ലും ഞാൻ. എന്തിനാടി എന്നെ അടിച്ചത്? നീ റോബിനെ ലവ് ചെയ്യുന്നെന്ന് എനിക്കറിയാം. നിന്റെ റിയാക്ഷൻ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാ. നീ സീരിയസ് ആയല്ലേ? വെറുതെ പോലും പറയരുത്, കേട്ടല്ലോ? പൊടി പോ. ഒന്ന് ഇവളെ തട്ടേണ്ടതായിരുന്നു. Mom, what baby? What is this? Mom, I love Robin. Okay, fine. Just calm down and sit. Sit down. അതിരിക്കട്ടെ, റോബിൻ അത്രയും വലിയ മില്യനെയർ ആണോ? ഡാൻസും ക്ലാസ്സസ് ഒക്കെ ആയിട്ട് വെറുതെ ചുറ്റിക്കറങ്ങുന്നവനല്ലേ അവൻ? മോം, റോബിൻ ലവ് ടു ഡാൻസ്. അതവന്റെ പാഷനാണ് മോം. ശരി, ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ പ്രൊജക്ടിനെ പറ്റി സംസാരിച്ചോ? അവൻ ഇന്ത്യ വിട്ട് നാട്ടിലേക്ക് പോകുന്നതിനുള്ളിൽ ഇത് നീ തീർത്തിരിക്കണം. വെറുതെ പ്രേമിച്ച് കളിച്ച് നടന്നത് മിസ് ചെയ്യാൻ പാടില്ല. അതോർത്ത് വിഷമിക്കണ്ട മോം, ഞാൻ നോക്കിക്കോളാം. ആരിഷോ? ഉറപ്പായിട്ടും. Are you excited? Everybody is coming. And finally, you're Robin. Yeah, I know. And you're blushing. Something like that. I'm very excited. Oh my God, baby, you're looking so gorgeous. Thanks, Mom. എടി തുളസി, ആ ബൊക്കയല്ല എവിടെ? സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട് മാഡം. എന്താ ഇത്? നിന്റെ ഡ്രസ്സ് കീറിയിരിക്കുന്നല്ലോ. സോറി മാഡം, കണ്ടില്ല. സോറി മാഡം, കണ്ടില്ല. വീട്ടിൽ ഗസ്റ്റ് വരുന്ന ദിവസമാണോ നീ ഇത്ര മോശമായിട്ട് ഡ്രസ് ഇട്ടിരിക്കുന്നത്? മാഡത്തിന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്? വേറെ നല്ല ഡ്രസ് ഇട്ടിട്ട് വാ. ഔട്ട് വാ. Hi, it's nice to see you. Nice to Thanks see you for too. coming. Happy birthday, Ramya. Thank you. Come. Hi, Robin. Thank Welcome you. to the party. Thank you. Mom, where are the flowers? Flowers. Tulasi. How am I looking? Tulasi. Yeah. You like it? Really? Thank you. Mom, ഇവക്കെപ്പോഴാ ഈ ഡ്രസ് വാങ്ങി കൊടുത്തേ? ഞാൻ വാങ്ങിച്ചു കൊടുത്തതല്ല. ശരി, കം കം. Yeah. So, you're Thank you. welcome. Thank you. Robin. Hey. Hi. Hi. Hi, baby. Mwah. So, Robin. Here is the birthday gift for you. Thank you. How is the gift, baby? Thank you so much. So, Robin, I heard that you and Ramya love each other. So, today's occasion, I'd like to announce that you two are about to get engaged. Is that all right with you? Robin, are you okay with that? Yeah, okay. Yeah, that's fantastic. Okay. Yes. Yes, മോളെ, Mom. റോബിൻ സമ്മതിച്ചിട്ട്. Happy birthday. Excuse me, ladies and gentlemen, I have a happy announcement to make. ഇന്നെന്റെ മോളുടെ ബർത്ത്ഡേ മാത്രമല്ല, അവളുടെ എൻഗേജ്മെന്റിനെ പറ്റി പറയാൻ പോവാം. എന്റെ മോളെ മാരേജ് ചെയ്യാൻ പോകുന്ന ലക്കി മാൻ, ഹി ഈസ് ഹിയർ.
I would like to call up on the stage Robin. Robin, please come here. Wow! Robin. Robin. Where is he? അറിയില്ല. Where is Robin? കാണുന്നില്ല. എവിടെ പോയിന്ന് അറിയില്ലല്ലോ. You handle the situation here. Come with me. Don't worry. Come here. Hey, you danced so well that day. Very impressive. Where did you learn to dance? അദ്ദേഹം ഇപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? നീ നന്നായിട്ട് ഡാൻസ് ചെയ്തെന്നാ. പിന്നെ ഈ ഡാൻസ് എവിടെ നിന്ന് പഠിച്ചെന്നാ ചോദിക്കുന്നേ. ഞാൻ ഇവിടുന്ന് പഠിച്ചിട്ടില്ല. രമ്യ മാഡം ഡാൻസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. You look so gorgeous in this dress. അദ്ദേഹം ഇപ്പൊ പറഞ്ഞതെന്താന്ന് വെച്ചാല് ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്നാ. Well, how do I say this? You look breathtaking. Your innocence and smile. All this time, I thought love at first sight only existed in fairy tales. Until I met you. അദ്ദേഹം ഇപ്പൊ എന്താ പറഞ്ഞെന്ന് ചില കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ മനസ്സിലാവും. അപ്പൊ അതൊക്കെ അറിയാല്ലേ കൊച്ചു കള്ളി. തുളസി, തുളസി, ഞാൻ എവിടെയുണ്ട് ജെസ്സി മാഡം? Hey, stay. എന്തിനാണ് ഞങ്ങളുടെ റോബിനെ നീ മയക്കിയത്? ഞാനൊന്നും ചെയ്തില്ല മാഡം. എന്നെ വെറുതെ വിട്ടേക്ക്. നായേ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ഞങ്ങളുടെ ഇന്റർനാഷണൽ പ്രൊജക്ട് നീ നശിപ്പിച്ചില്ലേ? ഈ വൃത്തികെട്ട വേലക്കാരുടെ മുന്നില് ഞാൻ തോറ്റുപോയല്ലോ മമ്മി. ഞാൻ ഇവിടെ ഈക്വൽ ആണോ? എടി, നന്ദിയില്ലാത്ത നായേ. ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല മാഡം. I don't want her to live anymore. Mom, ഇവിടെ നമ്മുടെ പ്ലാൻ നശിപ്പിച്ചു. Do something. Mom, hit her. ഈ കയ്യിലല്ലേ അവൻ കിസ് ചെയ്തത്? Yes, Mom. Yes. Yes. Yes, Mom. Hit her. സന്തോഷായിട്ട് പോടി. ഉലകം ഉലകം നിന്നെ കടന്നേ പോകും. ഒരു നാൾ രാവിൽ നീ നിഴലാകും. ഞാൻ മാർക്കറ്റില് ഒരു സെൻട്രലിലെ ഡ്രസ്സ് കണ്ടു. അയ്യോ, എന്തൊരു ഭംഗിയായിരുന്നറിയോ. കളിപ്പാട്ടം നീയല്ലോ ഉലകിൻ കളിയ. രാത്രിയില് ഞാൻ ആ ഡ്രസ് ഇട്ട് ആകാശത്ത് പറന്ന് നടന്നു. ഡ്രസ് ഞാൻ വാങ്ങിക്കണ്ടോ? നിങ്ങോ പോയി. ശരിക്കും സെൻട്രലിലെ പോലെയാണോ ഞാൻ? വീണേ വീണേ രാഗങ്ങൾ മൂളിയോ വാഴ്വിൻ മന്ത്രം
സെന്റ് കോൺസാലസിനെ പെട്ടെന്ന് കാണണം. ഒരു അപ്പോയിന്റ്മെന്റ് എടുക്ക് പീറ്റർ. ബ്രോ, ഇവിടെ നമുക്ക് പെട്ടെന്ന് പോണം. ഓക്കെ, എന്തായാലും നന്നായി പോലീസിന്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആയത്. ഉറപ്പായിട്ടും വേറെ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. എടാ, ഇതുവരെ അവൾ റെഡി ആയിട്ടില്ലേ? ഞാൻ നോക്കട്ടെ, നീ ഇതെടുത്ത് വെക്കേ. നമ്മൾ പാർട്ടിക്കൊന്നും അല്ലല്ലോ പോകുന്നു, വേഗം വരാൻ പറ. ഇനി റെഡി ആയില്ലേ നീ? എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. അഖിര, ഈ ഡ്രസ്സ് കാരണം എല്ലാം ഉണ്ടായേ. ഇങ്ങതാ. ഇവളാ തുളസി. എന്നെ കൊല്ലാൻ എടുക്ക. എന്റെ സ്വത്ത് മൊത്തത്തിൽ എടുത്തോ പ്ലീസ്, എല്ലാം എടുത്തോ. എന്നെ രക്ഷിച്ചാൽ മാത്രം മതി പ്ലീസ്. ബ്രോ, ഇനി എത്ര ദൂരം പോണം? ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ ബോർഡർ അടക്കാം. വണ്ടി തിരിക്കടാ. ഏയ് വേണ്ടടാ. എന്തിനാ? വണ്ടി തിരിക്കാനാ പറഞ്ഞത്. അഖിര, അതൊന്നും പറ്റില്ല. അഖിര പ്ലീസ്. അഖിര, എടാ വണ്ടി തിരിക്കണ്ട. വണ്ടി തിരിക്കാനല്ലേ പറഞ്ഞേ? അഖിര, 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 വേണ്ട. എന്താ ഈ കാണിക്കുന്നെ? അഖിര. Quando nel miscelo
ജീവനോടെ ഇരിക്കണമെങ്കിൽ ഇവളിട്ടിരിക്കുന്ന ഈ വസ്ത്രം കത്തിക്കണം. അതിനു മുമ്പ് ഇവരുടെ ജീവനും എടുക്കണം. കിങ് ഓഫ് ദ ഫോളൻ ഏഞ്ചൽസ് ആൻഡ് ലോർഡ് ഓഫ് ദ ഡീമൻസ് ഓഫർ ഹർ ടു ദ സാത്താൻ. അർപ്പിക്കേ. ഇവളെ വിടരുത്. എത്ര ജന്മം എടുത്തു വന്നാലും നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലടി. ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ കൊല്ലാൻ വന്നവളാ. കൊല്ലം. ഹലോ ജോൺ, ഞാൻ കുറേ നാളായിട്ട് തേടിക്കൊണ്ടിരുന്ന സ്മഗ്ലർ ഗാങ്ങിനെ പിടിച്ചിട്ടുണ്ട്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് ചെയ്തപ്പോൾ അവരുടെ ബോസ് ഞാൻ വിചാരിച്ച പോലെ സാന്ദ്രയാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നിന്നോട് അവിടെ ആരാ പോകാൻ പറഞ്ഞേ? ആക്ഷൻ എടുക്കാൻ വരട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. ജോൺ, കിട്ടിയത് ആഫ്രിക്കൻ ബ്ലാക്ക് വുഡും ബ്ലാക്ക് മാമ്പ സ്നേക്സുമാണ്. വളരെ വിലപിടിപ്പുള്ളതാണ്. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇവിടെ എത്തണം. ശരി, വരാം. വേഗം കൊണ്ടുപോ. യെസ്, പറയൂ ലക്ഷണ. ആരാ ഇത്? മാഡം, അവൻ എല്ലാ സത്യവും പറഞ്ഞു കഴിഞ്ഞു. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. ഇപ്പൊ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം മാഡം. സോ ഞങ്ങളുടെ കൂടെ വന്ന് വണ്ടി കയറ്. പ്ലീസ് കോപ്പറേറ്റ്. എനിക്ക് എൻ്റെ ലോയറുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ എവിടേക്കും വരാൻ പറ്റില്ല. ഹലോ, എക്സ്ക്യൂസ് മീ മാഡം. യു ഏയ് യു സ്റ്റുപ്പിഡ്. ഇടി. ജോൺ, 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 ജോൺ. എന്താടിയാണ് അടിച്ചത്? ബ്ലാക്ക് മാമ്പേടി. ഇത് പിടിക്കാൻ വേണ്ടി 4 പേരെ ഞാൻ ബലി കൊടുത്തതാ. അങ്ങനെയുള്ള ഞാൻ നിന്നെ വിടുവോ? ഇതുകൊണ്ടാ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത് ഇവളെ വെച്ചേക്കരുത്, കൊല്ലണോന്ന്. നീയല്ലേ ഇവളെ പ്രേമിക്കാണ്
കല്യാണം കഴിഞ്ഞ് കൂടെ താമസിച്ചപ്പോ പ്രശ്നമില്ലാന്ന് പറഞ്ഞത് ഇപ്പൊ കണ്ടില്ലേ? പ്ലീസ് ജോൺ, ഇത് തെറ്റാണ്. എത്ര പ്രാവശ്യം പറഞ്ഞു ഈ കേസിൽ ഇടപെടരുത്? എന്നെ കൊണ്ട് ചെയ്യിക്കാൻ നീ അനുഭവിക്കേ. പ്ലീസ് ജോൺ, നമ്മുടെ കുഞ്ഞ് മരിച്ചു പോവോ? തുളസി, രക്ഷണ, എന്നെ ഒന്നും ചെയ്യരുത്. തുളസി, വേണ്ട. രക്ഷണ, ഞാൻ കാല് പിടിക്കാം. ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. ഒരു പാപവും ചെയ്യാത്ത എന്റെ കുഞ്ഞ് നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ എന്ത് തെറ്റാ മാഡം ചെയ്തത്? എന്റെ ജോലിയിൽ ഞാൻ സത്യസന്ധത പുലർത്തിയത് തെറ്റാണോ? എന്നെ ഇങ്ങനെ പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞില്ലേ നിങ്ങള്? ജനിക്കുന്നതിന് മുന്നേ കൊന്നു കളഞ്ഞില്ലേടി മഹാപാപി? ഇത്രയും തെറ്റുകൾ ചെയ്ത നിങ്ങളോട് എങ്ങനെയാ മാഡം ക്ഷമിക്കുന്നത്? അരുത്. സാർ, സെക്ടർ വേണ്ടിന്ന് കുമാറാണ് സംസാരിക്കുന്നത് സാർ. ഇവിടെ ഒരു 6 പേര് മരണപ്പെട്ട് കിടപ്പുണ്ട് സാർ. ഇവിടെ മൊത്തം ഒരു ദുരൂഹ സാഹചര്യമാണ് സാർ. സെക്ടർ 2 റിപ്പോർട്ടിംഗ് ഓവർ. ഡെൽറ്റ 25 റിസീവിംഗ്. പറഞ്ഞോ.